ഹായ് ഓൾ, മാജിക് മോർണിംഗ്. ആഹാ, മാജിക് മണി എവിടെ കാണില്ലല്ലോ? എന്താ സംഭവം? എന്റെ മൊബൈലിൽ ആപ്പാ? ആണോ റിസപ്ഷൻ? അറിയില്ല. ഫോണൊന്ന് ഫോണിന്റെ ഡോക്ടറെ കാണിക്കാനായിട്ടുണ്ട് അല്ലേ? കൃഷ്ണമൂർത്തി സാറിനെ മാത്രം കാണുന്നുണ്ട്, വേറെ ആരും കാണുന്നില്ല. ആ, അതെ തന്നെ, പ്രവീണ മാമിനെ കണ്ടു. യെസ്, ഫെമിന മാം ഇന്ന് നല്ല സുന്ദരിയായിട്ട് വന്നിട്ടുണ്ട് അല്ലേ? അത് എന്താ അല്ലേ? ആ അതെ. ഇത്ര നേരം വീഡിയോ ഓൺ ആക്കാതെ ഇരുന്ന അതുകൊണ്ടായിരുന്നു. പെട്ടെന്ന് വീഡിയോ ഓൺ ആക്കിയപ്പോ ഏതാ ഈ ഒരു സുന്ദരി എന്ന് വിചാരിച്ചു. ആ, സക്സർ വിചാരിച്ചു അങ്ങനെ. പ്രീത മാം എന്താ ഇരുട്ടത്തിരിക്കണു? വെളിച്ചത്തേക്ക് വരിങ്ങള്. ദിവ്യ മാം ആണല്ലോ അത്. അല്ല, പ്രീത മാം അപ്പുറത്ത്. ആ ഓക്കെ. ഓക്കെ, ഓക്കെ. സ്റ്റാർട്ട് ചെയ്തോളൂ. ഓക്കെ, അപ്പം മാജിക് മോർണിംഗ്. സോ നിങ്ങൾക്കറിയാം ഇന്ന് ഫ്രൈഡേ ആണ്, നമ്മുടെ പ്രവീണ മാമിന്റെ സെഷനാണ് വരാറ്. മാമിന്റെ ടോപ്പിക് നിങ്ങൾ എല്ലാവരും ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും. കുക്കീസ് ഇഷ്ടമുള്ളവരാണ് എല്ലാവരും അല്ലെ? ഇഷ്ടമില്ലാത്ത ആരും ഉണ്ടാവില്ലല്ലോ? ഉണ്ടോ? അങ്ങനെ ഉണ്ടോ? കുക്കീസ് ഇഷ്ടമില്ലാത്തവരുണ്ടോ? ഉണ്ടെങ്കിൽ ജസ്റ്റ് ചാറ്റ് ബോക്സിൽ കമന്റ് ചെയ്യുക ഇഷ്ടമില്ലാത്തവരാണെങ്കിൽ. ഓക്കെ, അപ്പൊ ഇന്നത്തെ ടോപ്പിക് വരുന്നത് ടഫ് കുക്കീസ് എന്ന ടോപ്പിക്കാണ്. സോ ഇതും നമ്മൾ കഴിക്കുന്ന കുക്കീസ് നമ്മൾ എന്താണ്, ഇന്നത്തെ ഈ ഒരു ടോപ്പിക്കും നമ്മൾ കഴിക്കുന്ന കുക്കീസ് തമ്മിൽ എന്താ ബന്ധം എന്നുള്ളത് പ്രവീണ മാം തന്നെ നമുക്ക് ഷെയർ ചെയ്ത് തരും. ഇന്നത്തെ ഈ ഒരു സെഷൻ സ്റ്റാർട്ട് ചെയ്യുന്നതിന് വേണ്ടി ഞാൻ മാമിനെ ഇൻവൈറ്റ് ചെയ്യാണ്. പ്രവീണ മാം, പ്ലീസ് വെൽക്കം. Magic morning to all. Thank you, Mufida. Thank you so much. ഓക്കെ, അബ്ദുൾ റസാഖ് സാർ രാവിലെ മുതൽ തെരഞ്ഞു തുടങ്ങിയിട്ടുണ്ട്, ആരെയും കാണുന്നില്ലല്ലോ എന്ന് പറഞ്ഞു. അപ്പൊ എനിക്ക് തോന്നുന്നു നമ്മള് 3 പേരുണ്ട്. അതിൽ സിന്ധു മാം എന്തോ രാവിലെ ഇഷ്ടപ്പെട്ട കുക്കിയാണെന്ന് തോന്നുന്നു കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. എന്തോ കഴിച്ചുകൊണ്ടിരിക്കണം. അപ്പൊ അതെ, നേരത്തെ അതൊരു പറഞ്ഞതുപോലെ എന്നാ മരുന്നാണ്. ഇരട്ടി മധുരം, നല്ല ജീരകം, പനങ്കൽക്കണ്ടം കൂടി പൊടിച്ച ഒരു മരുന്ന്. അപ്പൊ ഒരു സ്പൂൺ എടുത്ത് വായിലിട്ടതാ. അപ്പൊ ഒരു മധുരം ഉണ്ട് ഇപ്പൊ വായു. ഓക്കെ. അപ്പൊ കുക്കീസ് ഞാൻ ജസ്റ്റ് ഒരു അതിലേക്ക് ആ ഒരു ടോപ്പിക്കിലേക്ക് കുറച്ചുകൂടി ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ടാണ് കുക്കീസ് എന്ന്, അല്ലെങ്കിൽ ടഫ് കുക്കീസ് എന്ന് പേരിട്ടിരിക്കുന്നത്. ഓക്കെ, അതിലേക്ക് എത്തുന്നതിന് മുന്നേ കേൾക്കുന്നുണ്ടല്ലോ അല്ലെ? ഓക്കെ, അതിലേക്ക് എത്തുന്നതിന് മുന്നേ നമുക്ക് ഒരു മരിയയുടെ ഒരു എക്സ്പീരിയൻസ് ഒന്ന് കേൾക്കാം. അപ്പൊ മരിയ 10-25 വർഷമായിട്ട് ഒരു സ്ഥാപനത്തിൽ വർക്ക് ചെയ്യാം. ആ ഒരു സ്ഥാപനത്തിൽ വർക്ക് ചെയ്യാന്ന് പറഞ്ഞാൽ മരിയ 25 വർഷം ആയതുകൊണ്ട് തന്നെ പല ഡിപ്പാർട്ട്മെന്റും മരിയയുടെ കണ്ണെത്തേണ്ടതുണ്ട് എന്ന് ഇൻസ്ട്രക്ഷൻ ഉള്ളത് കൊണ്ട് എല്ലായിടത്തും മരിയയുടെ കണ്ണെത്താറുമുണ്ട്. മരിയ അത് നന്നായിട്ട് ചെയ്യുന്നുണ്ട് എന്നാണ് മരിയയുടെ വിശ്വാസവും മരിയ ചെയ്യുന്നുണ്ട് എന്ന് തന്നെയാണ് നമുക്ക് ഉറപ്പിക്കാൻ കഴിയുന്നത്. അങ്ങനെ ഒരിക്കൽ മരിയ അന്ന് വീട്ടിലാണ്, അന്ന് ലീവ് എടുത്ത് വീട്ടിലിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് ഒരു കോള് ഓഫീസിൽ നിന്ന് വരാം. ഓഫീസിൽ വന്നിട്ട് കോള് വന്നപ്പോൾ മരിയയോട് അദ്ദേഹം വളരെ ദേഷ്യപ്പെട്ട് സംസാരിക്കുന്ന സമയത്ത് മരിയയ്ക്ക് എന്താണ് ചെയ്യേണ്ടത് എന്ന് അറിയാത്തൊരവസ്ഥയിൽ ഒരു ഷോക്കായി നിൽക്കുന്നത് പോലെ മരിയ ഫോണും പിടിച്ച് അങ്ങനെ നിൽപ്പാണ്. അപ്പൊ വലിയ വല്ലാത്ത ടെൻഷനിലായി. കാരണം അദ്ദേഹം വളരെ ഒച്ചത്തിൽ വളരെ ദേഷ്യത്തോടു കൂടിയിട്ടാണ് മരിയയോട് സംസാരിക്കുന്നത്. അത് കേട്ടപ്പോ മരിയ ഒരുപക്ഷെ കുറച്ചൊക്കെ പറഞ്ഞ മരിയ ഒരു കാലഘട്ടത്തിൽ ജീവിക്കുന്ന എല്ലാവരുടെ കയ്യിൽ എന്തുണ്ട്, ഒരു പോസിറ്റീവ് ആയിട്ടുള്ള മൈൻഡ് സെറ്റ് വേണം, നല്ല സ്ട്രോങ് ആയിരിക്കണം എന്നൊരു ചിന്തയൊക്കെ മരിയക്ക് ഉള്ളത് കൊണ്ട് മരിയ ഇത് പോട്ടെ സാരമില്ല. പക്ഷെ മരിയയ്ക്ക് അത് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല എന്ന് മറ്റൊരു സത്യം എന്നുള്ളത് മരിയ തിരിച്ചറിയാൻ മരിയയ്ക്ക് പറ്റുന്നില്ല. അതുകൊണ്ട് പിറ്റേന്ന് എന്ത് ചെയ്യുന്നത് വെച്ചാൽ പിറ്റേന്ന് രാവിലെ മരിയ എണീറ്റോ മരിയയ്ക്ക് തോന്നുകയാണ്, ഓ എന്നൊരു തലവേദന ഉണ്ട്, എന്തോ ഒരു അസ്വസ്ഥതയുണ്ട്, അതുകൊണ്ട് ഞാൻ ലീവ് എടുക്കുകയാണെന്ന് പറഞ്ഞു മരിയ അന്ന് ലീവ് എടുക്കുക. വീണ്ടും പിറ്റേന്ന് ലീവ് എടുക്കുന്ന സമയത്ത് അതിന്റെ പിറ്റേന്നായപ്പോ രാവിലെ ആയപ്പോ മരിയയ്ക്ക് ഓഫീസിൽ പോകാൻ ഒരു ബുദ്ധിമുട്ട് ഫീൽ ചെയ്യുന്നത് മരിയ തിരിച്ചറിയുന്നത് അപ്പോഴാണ്. അപ്പൊ ഈ തലവേദന പോലും ഞാൻ ഉണ്ടാക്കിയെടുത്തതാണ് എന്ന് മരിയ തിരിച്ചറിഞ്ഞ ദിവസമാണ് മരിയ എന്താണ് തനിക്ക് സംഭവിച്ചതെന്ന് അറിയാൻ വേണ്ടിയിട്ട് കൗൺസിലറെ മീറ്റ് ചെയ്യുന്നത്. അപ്പൊ മരിയയുടെ കാര്യങ്ങൾ ചോദിച്ചപ്പോ മരിയ ഇങ്ങനെ ഓഫീസിൽ നടന്ന കാര്യം, തന്റെ ഒരു എക്സ്പീരിയൻസും ഓഫീസിൽ താൻ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ കുറിച്ച് മരിയ പറഞ്ഞു. പക്ഷെ ഈ ഇൻസിഡൻസിനെ കുറിച്ച് മരിയയുടെ മനസ്സിലേക്ക് പെട്ടെന്ന്, അതായത് ഒരു വ്യക്തി തന്നോട് ഫോണിൽ ഷൗട്ട് ചെയ്തു എന്നുള്ള കാര്യം മരിയ മറന്നുപോയി. കാരണം മരിയ അന്നേരം ചിന്തിച്ചത് പോസിറ്റീവായിട്ട്, ബി പോസിറ്റീവ് എന്നൊരു മൈൻഡ് സെറ്റോട് കൂടി മരിയ അത് പോട്ടെ സാരമില്ല, അദ്ദേഹം ദേഷ്യപ്പെട്ടു, അത് ഞാനങ്ങ് മനസ്സിലാക്കിയ പോരെ എന്ന രീതിയിലുള്ള ചിന്താഗതിയായിരുന്നു.
പക്ഷെ കൂടുതൽ കൂടുതൽ സംസാരിച്ചപ്പോഴാണ് മരിയ എന്തുകൊണ്ട് ഇന്ന് ലീവ് എടുക്കാൻ കാരണമായിരുന്നത് തലവേദനയാണ്. അപ്പൊ തലേന്ന് എന്തുകൊണ്ട്, അപ്പൊ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ചോദിച്ചപ്പോഴാണ് വീണ്ടും മരിയയുടെ മനസ്സിലേക്ക് ഈ വ്യക്തി ദേഷ്യപ്പെട്ട കാര്യം മരിയയുടെ മനസ്സിലേക്ക് വരുന്നത്. അവിടെ മുതലാണ് പിറ്റേന്ന് തനിക്ക് ജോലിക്ക് പോകാൻ താല്പര്യമില്ല എന്നുള്ളത് മരിയ തിരിച്ചറിയുന്നത് പോലും. ഇവിടെ ഒരു സ്ട്രെസ് ഓൾറെഡി മരിയക്ക് വന്നു കഴിഞ്ഞു. എപ്പോ ഇദ്ദേഹം ഷൗട്ട് ചെയ്ത സമയത്ത് മരിയ ഒന്ന് ഷോക്കായിട്ടുണ്ട്. പക്ഷെ അവിടെ ബി പോസിറ്റീവ് എന്ന സ്റ്റേറ്റ്മെന്റിനെ കൂട്ടുപിടിച്ച് മരിയ തനിക്ക് വന്ന വികാരത്തെ അല്ലെങ്കിൽ ഇമോഷൻസിനെ തിരിച്ചറിയാതെ അതിനെ സപ്രസ് ചെയ്ത് മുന്നോട്ട് പോകാനുള്ള ഒരു ശ്രമം നടത്തുകയാണ് മരിയ ചെയ്തത്. അപ്പൊ കൗൺസിലർ ചോദിച്ചത് ഇത്രയേ ഉള്ളൂ. ആ സമയത്ത് അദ്ദേഹം ഷൗട്ട് ചെയ്തപ്പോ മരിയക്ക് തോന്നിയത് എന്താണ്? മരിയ പറഞ്ഞത് ഇന്ന് എനിക്ക് ഭയങ്കര സങ്കടം തോന്നിയെന്ന് പറയലും മരിയ കൗൺസിലറുടെ മുന്നിൽ ഇരുന്ന് ഒരുപാട് നേരം പൊട്ടി കരയുകയാണ് ചെയ്തത്. പലപ്പോഴും ബി പോസിറ്റീവ് എന്ന് പറയുമ്പോൾ നമ്മളൊക്കെ ചെയ്യുന്നത് ഇങ്ങനെയാണ്. ഒരു ദേഷ്യം വരുമ്പോൾ അതിനെ ഇങ്ങനെ സപ്രസ് ചെയ്യും, പോട്ടെ അത് ദേഷ്യമാണ്, അല്ലെങ്കിൽ അവരുടെ ഭാഗത്ത് അങ്ങനെ ഉണ്ടായതുകൊണ്ട് ഞാൻ എന്തിനു ദേഷ്യപ്പെടണം എന്ന് തോന്നുന്ന ഒരു അവസ്ഥയാണ്. പക്ഷെ ട്രൂ ഫീലിംഗ് എന്താണ്, ട്രൂ ഇമോഷൻ എന്താണ് എന്ന് മരിയ തിരിച്ചറിയാതെ പോയി എന്നാണ് അത് കൗൺസിലർ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തു. മരിയ ഒരുപാട് സമയം തനിക്ക് വന്ന ആ ഇൻസിഡന്റിനെ ഓർത്തപ്പോ തന്നെ ആ കൗൺസിലറുടെ മുന്നിലിരുന്ന് മരിയ ഒരുപാട് നേരം എന്ന് വേണമെങ്കിൽ പറയാം, അവർ ഒരുപാട് നേരം ഇരുന്ന് കരഞ്ഞു. ഈ കരഞ്ഞതിന്റെ ഫലമായിട്ട് മരിയ ഒന്ന് റിലാക്സ്ഡ് ആവണം. അതായത് റെസിലിയൻസ് എന്ന് പറയുന്ന ഒരു ഫാക്ടർ ഉണ്ട് സൈക്കോളജിയിൽ. നിങ്ങൾക്ക് സ്ട്രെസ് വരുമ്പോൾ നിങ്ങൾ റെസിലിയന്റ് ആവണം. ഈ റെസിലിയന്റ് എന്ന് പറഞ്ഞാൽ ഈ ഉയർത്തെഴുന്നേൽക്കുക എന്ന് പറയുന്ന കാര്യം ഒരിക്കലും നമ്മുടെ ഇമോഷൻസിനെ സപ്രസ് ചെയ്തുകൊണ്ടാവരുത് എന്നാണ് പറയുന്നത്. നമ്മൾ പലപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നതും അത് തന്നെയാണ്. ദേഷ്യം വരുമ്പോൾ അതിനെ സപ്രസ് ചെയ്യുക. അതുകൊണ്ടാണ് സൈക്കോളജിയിൽ NLPയിൽ ഇതിനൊരു മറ്റൊരു തെറാപ്പി, നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ദേഷ്യം വരുമ്പോൾ ആ സ്പോട്ടിൽ നിന്ന് മാറി നിങ്ങൾക്കൊരു മുറിയിലോ മറ്റെവിടെയെങ്കിലും ഒരു വാഷ്റൂമിൽ പോലും ചെന്ന് നിന്ന് ഒരു പക്ഷേ നിങ്ങൾക്ക് കണ്ണാടിയിൽ നോക്കിയോ അല്ലെങ്കിൽ റൂമിലെത്തി ഒരു തലയണ ഉപയോഗിച്ചോ നിങ്ങൾക്ക് നിങ്ങളുടെ ആങ്കറിനെ റിലീസ് ചെയ്യാം. അല്ലെങ്കിൽ ആ കണ്ണാടിയിൽ നോക്കി നമുക്ക് ദേഷ്യം തോന്നുന്ന ആ വ്യക്തിയോട് നമുക്ക് എക്സ്പ്രസ് ചെയ്യാം. അവരോട് എക്സ്പ്രസ് ചെയ്യുമ്പോഴാണ് നമുക്ക് പിന്നീട് വീണ്ടും ബുദ്ധിമുട്ട് വരുന്നത്. ഒരു തലയണയെ കൂട്ടുപിടിച്ച് അതിൽ വേണമെങ്കിൽ നമ്മുടെ മുഴുവൻ പ്രഷറും ഉപയോഗിച്ച് നമുക്കുണ്ടായ ഫീലിങ്ങിനെ തിരിച്ചറിഞ്ഞ് അതിനെ റിലീസ് ചെയ്യാനുള്ള ഒരു ശ്രമം നടത്തേണ്ടതുണ്ട്. എങ്കിൽ മാത്രമേ ഒരു സ്ട്രെസ്സിൽ നിന്ന് നമുക്ക് റെസിലിയന്റ് ആയിട്ട് പുറത്തു വരാൻ സാധിക്കുകയുള്ളൂ എന്നാണ് സൈക്കോളജി പറയുന്നത്. ഇവിടെ മരിയ ചെയ്തതും അതാണ്. പെട്ടെന്ന് അദ്ദേഹം ഷൗട്ട് ചെയ്തപ്പോ അതിന്റെ പിന്നിലുള്ള കാരണത്തെ തേടി പോകുന്നതിന് മുന്നേ അനുഭവിച്ച ആ ഇമോഷൻസിനെ തിരിച്ചറിയാതെ പോയി വല്ലാതെ സങ്കടം വന്നിരുന്നു മരിയയ്ക്ക്. കാരണം മരിയയ്ക്ക് ഷൗട്ടിങ് എന്നതിനെ ഭയങ്കര പേടിയോട് കൂടിയിട്ടാണ് മരിയ കണ്ടിരുന്നത്. ഈ ഒച്ചയിടുന്നതിന് മരിയെ സ്വീകരിക്കാൻ വളരെ ബുദ്ധിമുട്ടായിരുന്നു. അപ്പൊ എല്ലായ്പ്പോഴും ആരെങ്കിലും തന്നോട് ഷൗട്ട് ചെയ്യുകയോ വീട്ടിൽ കൊച്ചു കുട്ടികളാണെങ്കിൽ പോലും തന്റെ പാർട്ട്ണർ ആണെങ്കിലും ഒന്ന് ഷൗട്ട് ചെയ്യുമ്പോൾ മരിയ അതിനെ പലപ്പോഴും സപ്രസ് ചെയ്യാനാണ് ശ്രമിച്ചുകൊണ്ടിരുന്നത്. പക്ഷെ ഇവിടെ മരിയ തിരിച്ചറിയുന്നതും അതാണ്. തനിക്ക് സങ്കടം വന്നു, പക്ഷെ ആ സങ്കടം വന്നതിനെ അവിടെ പോട്ടെ സാരമില്ല എന്നൊരു വാക്കോടുകൂടി അതിനെ ഇങ്ങനെ സപ്രസ് ചെയ്യാനാണ് മരിയ ശ്രമിച്ചത്. പകരം ആ സങ്കടം വന്നതിനെ പൂർണ്ണമായും ഉൾക്കൊണ്ട് എനിക്ക് സങ്കടം വന്നു എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് അതിനെ റിലീസ് ചെയ്യാൻ മരിയ ശ്രമിച്ചില്ല, അല്ലെങ്കിൽ അത് തിരിച്ചറിയാൻ മരിയയ്ക്ക് കഴിഞ്ഞില്ല. കുറെ സമയം ഇരുന്ന് കരഞ്ഞപ്പോഴാണ് മരിയ അതിൽ നിന്ന് റിലാക്സ് ആയത്. അപ്പോഴാണ് മരിയയ്ക്ക് മറ്റൊരു ഫീലിംഗിലേക്ക് നടന്നെടുക്കാനായത്. ഉള്ളിൽ ഒരു ഭയം. എന്താണ് ഭയം എന്ന് ചോദിച്ചാൽ, പിറ്റേന്ന് ഓഫീസിൽ ചെല്ലുമ്പോ ഈ വ്യക്തി തന്നോട് ഏത് രീതിയിൽ പെരുമാറും എന്ന് മരിയയ്ക്ക് ഭയം ഉള്ളിൽ തോന്നിയിരുന്നു എന്നുള്ളത് മരിയ തിരിച്ചറിയാതെ പോയി. ഇത് തിരിച്ചറിയാതെ പോയത് കൊണ്ടാണ് പിറ്റേന്ന് മരിയയ്ക്ക് ഓഫീസിൽ പോകാനുള്ള ബുദ്ധിമുട്ട് ഫീൽ ചെയ്തതും. എന്താണ് എന്റെ ഉള്ളിൽ നടക്കുന്നതെന്ന് മരിയയ്ക്ക് തിരിച്ചറിയാൻ കഴിയാതെ പോയി എന്നുള്ളതാണ് മരിയ അപ്പോ പറഞ്ഞത്. ഉള്ളിൽ ഒരു ഭയമുണ്ട്. വീണ്ടും കൗൺസിലർ ചോദിക്കുന്ന ഇത്ര മാത്രം, എന്താണ് ഉള്ളിലുള്ള ഭയം? ആ വ്യക്തിയെ കാണുന്നതാണ്? അല്ല, ആ വ്യക്തിയെ കാണുന്നതല്ല എന്നെ സംബന്ധിച്ചിടത്തോളം. വ്യക്തിയെ കാണുന്നു എന്നതിനും അപ്പുറം ആ വ്യക്തിയെ കാണുമ്പോൾ അദ്ദേഹം എങ്ങനെ ആ ഓഫീസിൽ വെച്ച് എന്നോട് പെരുമാറും എന്നതിനെ കുറിച്ചാണ് എനിക്ക് ഭയം. ആ ഭയത്തെ നേരിടാൻ എനിക്കാവുന്നില്ല, അതുകൊണ്ട് തന്നെ എനിക്ക് ഓഫീസിൽ പോകാനാവുന്നു. അപ്പൊ വീണ്ടും കൗൺസിലർ ചോദിച്ചതാണ്, അദ്ദേഹം ദേഷ്യപ്പെട്ടു എന്നിരിക്കട്ടെ, എന്ത് ചെയ്യാനാകും?
അപ്പൊ മരിയ പറയുന്ന ഉത്തരം, എനിക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല. പിന്നെ എന്തിനു ഭയക്കണം? അവര് പറഞ്ഞു, ഈ ഭയമാണ് പലപ്പോഴും പിന്നോട്ട് വലിക്കുന്നത്. മരിയ കുറച്ചു സമയം കൗൺസിലറോട് സംസാരിച്ചപ്പോ അതിനെ നേരിടാൻ തന്നെ തയ്യാറായി. പിറ്റേന്ന് മരിയ ഇതെല്ലാം തന്റെ ഇമോഷൻസ് തിരിച്ചറിഞ്ഞു. ഉള്ളിലൊരു ഭയമുണ്ട്, പക്ഷെ മരിയയ്ക്ക് വേണ്ടത് എന്തെന്ന് മരിയ വീണ്ടും മറന്നു പോവാണ്. മരിയയ്ക്ക് വേണ്ടത് ഇത്ര മാത്രം, അദ്ദേഹവുമായി നല്ലൊരു സംസാരത്തിലേക്ക് നയിക്കാൻ ഇടയാക്കണം എന്ന് പോലും മരിയ ഓർക്കാൻ മറന്നുപോയി. പക്ഷെ ബസ്സിലിരിക്കുമ്പോൾ മരിയ വീണ്ടും ചിന്തിച്ചതാണ്, അദ്ദേഹം അങ്ങനെ പെരുമാറിയെങ്കിൽ എനിക്ക് ചെയ്യാൻ ഒന്നും ആകില്ല. കാരണം അത് എന്റെ കയ്യിലുള്ള ഒരു കാര്യമല്ല. ഇറ്റ് ഈസ് നോട്ട് ഇൻ മൈ കൺട്രോൾ. എനിക്ക് ചെയ്യാൻ കഴിയുന്നതും എന്റെ കൺട്രോളിലുള്ള കാര്യം ഇത്ര മാത്രം. അദ്ദേഹവുമായി നല്ലൊരു ഫ്രണ്ട്ലി ടോക്കിന് ഞാൻ ആഗ്രഹിക്കുന്നു എന്ന് മരിയോട് സംസാരിച്ചു. ആ ബസ്സിലിരുന്ന് മരിയ കണ്ടെത്തിയ ഒരു കാര്യമാണ്. അപ്പൊ വീണ്ടും മരിയ ചെയ്തത് ഇത്ര മാത്രം, അദ്ദേഹത്തെ കാണും, തീർച്ചയാണ് ഓഫീസിൽ അദ്ദേഹം വരും, കഴിയുന്നതും അദ്ദേഹത്തെ കാണാതെ എങ്ങനെ പോകാം എന്ന് ഞാൻ നോക്കും. പക്ഷെ കണ്ടു കഴിഞ്ഞാൽ അദ്ദേഹവുമായിട്ട് നല്ലൊരു രീതിയിൽ മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്നു എന്ന് ആത്മാർത്ഥമായി മനസ്സിനുള്ളിൽ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും മരിയ ഒപ്പം ചെയ്തു. അങ്ങനെ മരിയ പിറ്റേന്ന് ഓഫീസിലെത്തുകയാണ്. ഓഫീസിലെത്തിയപ്പോ ആദ്യം മരിയ തടഞ്ഞത് ഈ വ്യക്തിയാണ്. പക്ഷെ അദ്ദേഹം അവിടെ എവിടെയില്ല. അപ്പൊ മരിയ തന്റെ മീറ്റിങ്ങുകളിലേക്കും കാര്യങ്ങളിലേക്കും പോയി. ഏകദേശം 12 മണിയോടാകാറായി. അപ്പൊ മരിയ പതുക്കെ എന്തോ ഒരു ആവശ്യത്തിനായി ഓഫീസിന്റെ പുറത്തേക്ക് ഡോറ് തുറന്ന് പുറത്തേക്ക് വരുന്ന സമയത്താണ് ഈ വ്യക്തി കമ്പനിയുടെ പുറത്ത് നിന്ന് അകത്തേക്ക് വരുന്ന മരിയ കണ്ടത്. മരിയ ചെയ്തത് ഇത്ര മാത്രം. മരിയ ചെയ്ത് ഗുഡ് ആഫ്റ്റർനൂൺ സർ എന്നൊരു വാക്കോട് ഒരു പുഞ്ചിരി അദ്ദേഹത്തിന് നൽകി. അപ്പൊ അദ്ദേഹവും എന്തോ കഴിഞ്ഞ ദിവസത്തെ ആ സംഭവത്തെ കുറിച്ച് ഓർത്തില്ലയോ എന്തോന്ന് അറിയില്ല. മരിയയോട് അദ്ദേഹം ഒന്ന് ചിരിച്ചുകൊണ്ട് ഒന്ന് തലയാട്ടി. അപ്പൊ അവിടെ കണ്ട കസേരയിലേക്ക് മരിയ അദ്ദേഹത്തെ ഒന്ന് ക്ഷണിച്ചു. സാർ ഇരിക്കൂ എന്ന് പറഞ്ഞിട്ട് മരിയക്ക് അപ്പൊ അതാണ് തോന്നിയത് എന്നാണ് മരിയ പറഞ്ഞത്. ഇരിക്കൂ എന്ന് അദ്ദേഹത്തിനോട് പറഞ്ഞു. മരിയ അദ്ദേഹത്തിനോട് ഇരിക്കൂ എന്ന് പറഞ്ഞപ്പോ മരിയ ഉടനെ പറഞ്ഞു, സാറേ ഇന്നലെ സാറ് സംസാരിച്ച കാര്യം എനിക്ക് മനസ്സിലായി. ഒരുപക്ഷെ ഇത്രയും വർഷമായിട്ടും ഞാൻ അത്രയും ഒരു കാര്യം ഇത്തരത്തിൽ ഞാൻ മാനേജ് ചെയ്തത് എന്തുകൊണ്ടോ എനിക്ക് ഇന്നലെ ആ ഒരു പ്രശ്നം അങ്ങനെ ഡീൽ ചെയ്യാനാണ് തോന്നിയത്. അത് ബുദ്ധിമുട്ടുണ്ടാക്കിയെന്ന് എനിക്ക് മനസ്സിലായി. സോ ഐ എം സോറി എന്ന് അദ്ദേഹത്തിനോട് പറഞ്ഞപ്പോ അദ്ദേഹവും അവിടെ കസേരയിൽ ഇരുന്നു. മരിയയുടെ പുഞ്ചിരി കണ്ടപ്പോ അദ്ദേഹം അത് മറന്നുപോയതായിരുന്നെങ്കിൽ പോലും വേഗം മരിയയോട് സംസാരിക്കാൻ തുടങ്ങി. അപ്പൊ മരിയനോട് കുറച്ചു സമയം അതിനെക്കുറിച്ച് വീണ്ടും, അപ്പൊ മരിയയുടെ ഒരു സന്തോഷം എന്ന് പറയുന്നത്, ഉള്ളിലുണ്ടായിരുന്ന സന്തോഷം എന്ന് പറയുന്നത് ആ ഒരു ഓഫീസിലെ എല്ലാവരും ഇരിക്കുന്ന ആ ഒരു ക്യാബിനിൽ നിന്ന് പുറത്തേക്ക് വിസിറ്റേഴ്സ് റൂമിൽ വെച്ചിട്ടാണ് ഇവര് സംസാരിക്കുന്നത് എന്നാണ് മരിയ പറയുന്നത്. ഇവർ രണ്ടുപേരും വളരെ ഫ്രണ്ട്ലി ആയിട്ട് വളരെ സന്തോഷത്തോടു കൂടി ആ കാര്യത്തെ സംസാരിച്ചു. അതിനുശേഷം അദ്ദേഹത്തിന്റെ ക്യാബിനിലേക്ക് പിരിഞ്ഞുപോയി. അപ്പൊ മരിയ ചിന്തിക്കുന്നത് ഇത്ര മാത്രം, എന്തിനായിരുന്നു ഞാൻ 2 ദിവസം ലീവ് എടുത്ത് വീട്ടിലിരുന്നത്? ഈ ഒരു ഭയം കൊണ്ടായിരുന്നില്ലേ? പക്ഷെ എനിക്കിത് തിരിച്ചറിയാൻ കഴിഞ്ഞത് ഞാൻ എന്റെ ഇമോഷൻസിനെ തിരിച്ചറിഞ്ഞത് കൊണ്ടാണ്. എനിക്ക് സങ്കടം വന്നു. അദ്ദേഹം ഉച്ചയുയർത്തി എന്നോട് സംസാരിച്ചപ്പോ എനിക്ക് സങ്കടം വന്നു. ആ സങ്കടത്തെ ഞാൻ സപ്രസ് ചെയ്യാൻ ശ്രമിച്ചപ്പോഴാണ് എന്റെ ഇമോഷൻസിനെ തിരിച്ചറിയാതെ പോയതും പിന്നീട് എനിക്ക് വേണ്ടത് എന്താണെന്ന് അറിയാതെ പോയ അവസ്ഥയും ഉണ്ടായത്. മരിയ ഇത് കൗൺസിലറോട് മുഴുവൻ പിറ്റേന്ന് വന്ന് പറയുമ്പോൾ മരിയ പറഞ്ഞത് ഇത്ര മാത്രം, എന്റെ ഇമോഷൻസിനെ പൂർണ്ണമായ സത്യസന്ധതയോടുകൂടി എനിക്ക് തിരിച്ചറിയാൻ പറ്റിയില്ല. എനിക്ക് സങ്കടം വന്നു, പക്ഷെ ആ സങ്കടമാണെന്ന് തിരിച്ചറിയാൻ പോലും കഴിയാത്ത ഒരവസ്ഥയിലായിരുന്നു ഞാൻ. എനിക്ക് സങ്കടം വന്നു, ഞാൻ മുഴുവനായി പൊട്ടിക്കരഞ്ഞപ്പോഴാണ് അടുത്ത ഒരു സ്റ്റേജിലേക്ക് കയറാൻ എനിക്ക് കഴിഞ്ഞത്. അതായത് ഒരു ആന്റി ഫ്രജൈൽ, ഒരു സ്ട്രെസ് വരുമ്പോൾ സൈക്കോളജി പറയുന്നത് നിങ്ങൾ റെസിലിയന്റ് ആയി ആന്റി ഫ്രജൈൽ, അതായത് ഒരു ടഫ് കുക്കീസിനെ പോലെ ആ ടഫ് കുക്കീസിനെ മാനേജ് ചെയ്ത് നിങ്ങൾ മുന്നോട്ട് പോകണമെങ്കിൽ യു ഹാവ് ടു അണ്ടർസ്റ്റാൻഡ് യുവർ ഇമോഷൻ. ആ സമയത്ത് സ്ട്രെസ് ഉണ്ടാക്കിയ കാരണത്തിന് പിന്നിൽ നിങ്ങൾക്ക് ഒരു ഇമോഷൻ നിങ്ങളുടെ ഉള്ളിൽ വരുന്ന സമയത്ത് അത് തിരിച്ചറിയുക. അതിൽ നിന്ന് നിങ്ങൾക്ക് ആവശ്യമായ ഉത്തരം കിട്ടും. അവിടെ നിങ്ങൾ റെസിലിയന്റ് ആയി ഉയർത്തെഴുന്നേൽക്കാൻ തുടങ്ങും. ഈ ഉയർത്തെഴുന്നേൽക്കുമ്പോൾ മാത്രമേ നിങ്ങൾ ആ ഒരു അവസ്ഥയിലൂടെ കടന്നുപോയി ഒരു ആന്റി ഫ്രജൈൽ, ഒരിക്കലും പൊട്ടി തകരാതെ പിടിച്ചു നിൽക്കാൻ ഒരു ഉയർത്തെഴുന്നേൽപ്പിന് എനിക്ക് സാധിക്കുകയുള്ളൂ. ആ ഒരു ഉയർത്തെഴുന്നേൽപ്പിന് മരിയയ്ക്ക് സാധിച്ചതുപോലും തന്റെ ഇമോഷൻസിനെ തിരിച്ചറിഞ്ഞ് അതിനെ സ്വീകരിച്ച് അതിനെ പൂർണ്ണമായി ഉൾക്കൊണ്ട് അതിലൂടെ കടന്നു പോകാൻ തയ്യാറായി. സങ്കടം വന്നു, സപ്രസ് ചെയ്യാതെ അത് മുഴുവൻ കരഞ്ഞ് തീർത്തു. മറ്റുള്ളവരുടെ മുന്നിൽ കരയുമ്പോഴാണ് ഒരുപാട് പേര് നമ്മളെ വന്ന് ചോദിക്കും, എന്ത് പറ്റി, നമ്മൾ മരണ വീട്ടിൽ ചെന്നാൽ നമ്മൾ ചെയ്യുന്നത് എന്താ? സാരമില്ലെന്ന് പറഞ്ഞ് അവരെ തോളത്തൊന്ന് തട്ടും.
പക്ഷെ അതിന് പകരം അവര് കരഞ്ഞോട്ടെന്നെ, അവർക്ക് സങ്കടം ഉണ്ടെങ്കിൽ അവർ കരഞ്ഞു തീർക്കട്ടെ നമ്മൾ ചിന്തിക്കില്ല. നമ്മൾ പോട്ടെ 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 സാരമില്ല. ഈ കുട്ടികളോടാണ് നമ്മൾ പറയുന്നത് അല്ലേ, അവർ ഉറക്കെ കരയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? പോട്ടെ സാരമില്ല, അത് കരഞ്ഞു തീർന്നെങ്കിലേ അത് തീരുള്ളൂ. ഇല്ലെങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, 5 മിനിറ്റ് കരയേണ്ട കാര്യം അന്ന് മുഴുവൻ ദിവസം ആ കുട്ടി കരഞ്ഞു തീർക്കും. പിന്നെയും പിന്നെ അത് പറഞ്ഞുകൊണ്ടിരിക്കും. പക്ഷെ അതിനെ വിടുക, അതായത് ആ ഇമോഷൻസിനെ മാനേജ് ചെയ്യാൻ അവരെ ശീലിപ്പിക്കുക. അപ്പോ നമുക്കും ആദ്യം നമ്മൾ ശീലിച്ചെങ്കിൽ നമുക്ക് മറ്റുള്ളവർക്ക് ഇത് പറഞ്ഞു കൊടുക്കാൻ പറ്റുള്ളൂ. ദേഷ്യം വരുമ്പോ ആ വ്യക്തിയോട് നിങ്ങൾക്ക്, നമ്മൾ വെള്ളം കുടിക്കുമ്പോൾ സത്യം പറഞ്ഞാൽ നമ്മൾ സപ്രസ് ചെയ്യുകയാണ്. അതിന് പകരം ഒരു മുറിയിലേക്ക്, ഒരു വാഷ്റൂമിലേക്ക് ഒന്ന് മാറി നിന്ന് അവിടെ എവിടെയെങ്കിലും ഒരു കണ്ണാടി ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ സ്വയം ആ ഒരു ദേഷ്യത്തെ വാക്കുകൾ കൊണ്ടോ എന്തെങ്കിലും ഇമോഷൻസ് കൊണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രവൃത്തികൾ കൊണ്ടോ, ഇപ്പോൾ ഞാൻ പറഞ്ഞ ഒരു തലയണാണെങ്കിൽ അതിൽ ഇടിച്ചുകൊണ്ടോ, NLP അങ്ങനെയാണ് ചെയ്യുന്നത്. ഒരു തലയണ ഉപയോഗിച്ച് മുഴുവൻ ഇമോഷൻസിനെ അവിടെ എക്സ്പ്രസ് ചെയ്യുക. അങ്ങനെയാകുമ്പോൾ നമുക്ക് ശരീരത്തിന് വേദന ഉണ്ടാവില്ല. അത്തരത്തിൽ ഏതെങ്കിലും ഒരു സിറ്റുവേഷൻ കണ്ടുപിടിച്ച് നമ്മുടെ ഉള്ളിൽ തോന്നുന്ന ഇമോഷൻസിനെ റിലീസ് ചെയ്യുക. റിലീസ് ചെയ്യുമ്പോൾ നിങ്ങൾ റിസിലിയന്റ് ആവും എന്നാണ് സൈക്കോളജി പറയുന്നത്. നിങ്ങൾക്ക് ഉയർത്തെഴുന്നേൽക്കാൻ കഴിയും. ഈ ഉയർത്തെഴുന്നേൽക്കാൻ കഴിയുമ്പോൾ മാത്രമേ നിങ്ങൾ ആന്റി ഫ്രജൈൽ ആയിട്ട് മാറുകയുള്ളൂ. ഈ ടഫ് കുക്കീസിനെ പോലും അതൊരു ചായയിൽ മുക്കിയാൽ സോഫ്റ്റ് ആകുമെന്ന് തിരിച്ചറിയുന്നത് പോലെ അതിനെ കടിച്ചു പൊട്ടിക്കാൻ ഒരുപാട് നേരം ശ്രമിക്കുന്നതിന് പകരം അതിനെ ഒന്ന് തന്നിരിക്കുന്ന ചായയിലോ കാപ്പിയിലോ ഒന്ന് മുക്കി ഒന്ന് സോഫ്റ്റ് ആക്കി നമുക്കത് വളരെ ഭംഗിയോടുകൂടി, ഒരുപാട് സ്വാദോടുകൂടി ആ സ്ട്രെസ്സിനെ മാനേജ് ചെയ്യാൻ പറ്റും എന്നുകൂടി മരിയയുടെ അനുഭവം നമ്മൾ ഓർപ്പിക്കുന്നു. എന്തായാലും സ്ട്രെസ് ഇനിയും പിന്നിലുണ്ട്, നമ്മുടെ വഴിയിൽ തന്നെ നമ്മളെ കാത്തിരിപ്പുണ്ട്. ആ സ്ട്രെസ്സിനെ ഉണ്ടാകുന്ന സമയത്തുള്ള ഇമോഷൻസിനെ തിരിച്ചറിയുക, അതിനെ പൂർണ്ണമായും ഉൾക്കൊണ്ട് സ്വീകരിക്കുക, അതിലൂടെ കടന്നുപോയി മുഴുവനായും ഹീല് ചെയ്യപ്പെടാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കുക. അപ്പോൾ നിങ്ങൾക്ക് അറിയാൻ കഴിയുന്നത് ഈ കടന്നുപോയ സ്ട്രെസ്സിനെ എങ്ങനെ മാനേജ് ചെയ്യണം എന്നൊരു ഉത്തരം നമ്മുടെ ഉള്ളിൽ ഉയർന്നു വരും തീർച്ചയാണ്. കാരണം ഈ ബി മാജിക്കിലുള്ള ഒരുപാട് വ്യക്തികളും ഒരുപാട് കാലങ്ങളായി ഒരുപാട് കാര്യങ്ങൾ പഠിക്കുന്നത് കൊണ്ട് തന്നെ ഏതൊരു സ്ട്രെസ്സിനെയും കടന്നു വന്ന് റെസിലിയന്റ് ആയി തിരിച്ചു വന്ന് ആന്റി ഫ്രജൈലായി ഒരിക്കലും തകർന്നു പോകാതെ, തകർന്ന് തരിപ്പണമാകാതെ പൂർണ്ണമായും ഡബിൾ സ്ട്രോങ് ആയി തിരിച്ചു വരാൻ നമ്മെ സാധിക്കും. നമ്മളെ ഉയർത്തെഴുന്നേൽക്കാൻ സാധിക്കും, നമ്മളെ ഹെൽപ്പ് ചെയ്യും എന്നുകൂടി ഓർക്കുക. കാത്തിരിക്കുന്ന സ്ട്രെസ്സിനെ ഐ ആം റെഡി എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പുഞ്ചിരിയോടുകൂടി നേരിടാൻ ശ്രമിക്കുക. ഈ ഭയമാണ് മരിയെ പോലും ആ വ്യക്തി മീറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടിച്ചത്. എന്തായാലും ഏതുതരം സ്ട്രെസ്സിനെയും മാനേജ് ചെയ്യാം, ഞാൻ റെഡി എന്ന് യൂണിവേഴ്സിനോട് പറയുക. ഈ സ്ട്രെസ് എന്നെ കൂടുതൽ സ്ട്രോങ് ആക്കും, ഡബിൾ സ്ട്രോങ് ആക്കും, ആന്റി ഫ്രജൈലായി ഒരിക്കലും തകർന്ന് തരിപ്പണമാകാതെ മുന്നോട്ട് കുതിക്കാനുള്ള എനർജി എന്നിലേക്ക് വരുത്താനുള്ള ഒരു അവസരം കൂടിയാണ് തിരിച്ചറിയുക. ഇമോഷൻസിനെ സ്വീകരിക്കുക, അതിനെ മാനേജ് ചെയ്യുക. ഓരോ സ്ട്രെസ് വരുമ്പോഴും നമ്മുടെ ഉള്ളിൽ നിന്ന് വരുന്ന ഇമോഷൻസിനെ ആദ്യം തിരിച്ചറിയുക. ആ ഇമോഷൻസിന് പിന്നിൽ ഒരു ചിന്ത കൂടി ഉണ്ടാവും. അതുകൂടി തിരിച്ചറിയാൻ നമുക്ക് സാധിക്കുമ്പോൾ നമുക്ക് അവിടെ റെസിലിയന്റ് ആയി, ആന്റി ഫ്രജൈലായി, ഡബിൾ സ്ട്രോങ് ആയി മുന്നോട്ട് വരാൻ സാധിക്കും. നിങ്ങൾക്ക് ഓരോരുത്തർക്കും നിങ്ങളെ കാത്തിരിക്കുന്ന, ഇനിയും കാത്തിരിക്കുന്ന സ്ട്രെസ്സിനെ മാനേജ് ചെയ്യാൻ സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഐ ബ്ലസ് യു ഓൾ, ഐ താങ്ക് യു ഓൾ ആൻഡ് ഐ ലവ് യു ഓൾ. ഗുഡ് ഡേ. ഓക്കെ, താങ്ക് യു പ്രവീണ മാം, താങ്ക് യു സോ മച്ച്. നല്ലൊരു സെഷനാണ് ഷെയർ ചെയ്തിട്ടുള്ളത്, നല്ലൊരു ടോപ്പിക് ആയിരുന്നു. സോ ടീം, നിങ്ങളുടെ എക്സ്പീരിയൻസിൽ നിന്ന് പ്രവീണ മാം പറഞ്ഞ സ്റ്റോറി നിങ്ങൾ എല്ലാവരും കേട്ടിട്ടുണ്ടായിരുന്നു, എല്ലാവരും നോട്ട് ചെയ്തിട്ടുണ്ടായിരിക്കും. അതിന് ബേസ് ചെയ്ത് നിങ്ങളുടെ ഓരോ എക്സ്പീരിയൻസിൽ നിന്ന് നിങ്ങൾക്ക് ഫീഡ്ബാക്ക് പറയാവുന്നതാണ്. അപ്പം ആരാണ് ഫസ്റ്റ് മുന്നോട്ട് വരുന്നത്? മാജിക് മോർണിംഗ്, ഞാൻ സ്റ്റാർട്ട് ചെയ്യാം. ഉദ്ഘാടനം ഞാനായിക്കോട്ടെ. ഓക്കെ. അപ്പോ പ്രവീണ മാം, ഇതാണ് ശരിക്കും NLP അല്ലേ? NLP ട്രെയിനർ എന്ന് പറയുമ്പോൾ ഇങ്ങനെയാണ് ശരിക്ക്. നമ്മൾ ആ ഇമോഷനിലേക്ക്, ഒരു വ്യക്തി എന്തെങ്കിലും ഒരു പ്രശ്നം അയാളുടെ ജീവിതത്തിലുണ്ടെങ്കിൽ ആ ഒരു ഇമോഷനിലേക്ക് അങ്ങോട്ട് എത്തിച്ച് അവിടെ നിന്ന് തീർത്ത് കൊണ്ടുവരുന്ന രീതിയാണ് ശരിക്ക് NLP എന്ന് പറഞ്ഞാൽ. നമുക്കറിയാം ഒരുപാട് ടൂൾസുകളുണ്ട്. അതിൽപ്പെട്ട ഒരു ടൂൾസ് ഒരു ഇൻസിഡന്റ്, അതായത് അയാൾക്ക് എന്തെങ്കിലും ഒരു സംഭവിച്ചത്, ഒരാൾ മരണപ്പെട്ടതോ അതല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വിഷയം അയാളുടെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ആ സംഭവിച്ച സ്ഥലത്തേക്ക് തന്നെ കൊണ്ടുപോയിട്ട് അവിടെ അന്ന് തീർക്കേണ്ട വിഷയം തീർത്തിട്ട് തിരിച്ചു കൊണ്ടുവരുന്ന ഒരു രീതി. ഈ രീതി തന്നെയാണ് നമ്മൾ പലപ്പോഴും ആ ഇമോഷൻ, കരയേണ്ടടുത്ത് കരയാന് വേണം, ചിരിക്കേണ്ടടുത്ത് ചിരിക്കണം അല്ലേ?
പൊട്ടിത്തെറിക്കേണ്ടടുത്ത് പൊട്ടിത്തെറിക്കണം. അതവിടെ ഒതുക്കി വെച്ചാൽ അതിങ്ങനെ നീറി നീറി നമ്മുടെ മൈൻഡിൽ ഉണ്ടാകും. അപ്പൊ തീർക്കേണ്ട സ്ഥലത്ത് വെച്ച് തീർത്തില്ലെങ്കിൽ പിന്നെ അവിടെ കൊണ്ടുപോയി തീർക്കേണ്ടി വരും. അപ്പോ എന്തായാലും നല്ലൊരു ക്ലാസ് ആയിരുന്നു. താങ്ക് യു. വെൽക്കം സർ, താങ്ക് യു സോ മച്ച്. താങ്ക് യു റസാഖ് സർ, താങ്ക് യു സോ മച്ച്. അടുത്ത ആള് പറയാട്ടോ. ഹലോ മിസ് ഹലോ പറഞ്ഞോളൂ. ഗുഡ് മോർണിംഗ് പ്രവീണ മാം. ഗുഡ് മോർണിംഗ്. മുഫീദ പറഞ്ഞ പോലത്തെ ആദ്യം തന്നെ ഞാൻ പറയുന്നു, പ്രവീണ മാം സുന്ദരിയുണ്ട്. നല്ലൊരു എനർജി മാമിന്റെ മുഖം തന്നെ കാണുമ്പോ ഒരു പ്ലസന്റ് മൈൻഡ് തോന്നുന്നുണ്ട്. ഓക്കെ, നല്ലൊരു ക്ലാസ് ആയിരുന്നു മാം. വളരെയധികം ഇഷ്ടപ്പെട്ടു. പറഞ്ഞ പോലെ ഞാനും മാം ലാസ്റ്റ് പറഞ്ഞൊരു കാര്യം, നമ്മുടെ ബി മാജിക്കിലുള്ള മെമ്പേഴ്സിന് അത് ഓവർകം ചെയ്യാനുള്ള ഒരു സ്ട്രെങ്ത് വന്നിട്ടുണ്ട് എന്നുള്ളത് അത് കറക്റ്റ് ആണ്. നമ്മള് സ്ഥിരമായിട്ട് നമ്മൾ ഈ ഒരു ക്ലാസ് കേൾക്കുന്നത് കൊണ്ട് തന്നെ നമുക്ക് ആദ്യമൊക്കെ ഞാനും ഇങ്ങനെ തന്നെയായിരുന്നു, എന്തെങ്കിലും കേൾക്കുമ്പോഴേക്കും വല്ലാതെ സങ്കടപ്പെടും. പിന്നെ അതിനെ കുളിപ്പിച്ച് നല്ല കുട്ടപ്പനെ ആക്കിയിട്ട് അപ്പോഴേക്കും മൈൻഡിന്റെ എല്ലാവിധ കൺട്രോളും തെറ്റിയിട്ടുണ്ടാവും. ചെറിയൊരു വിഷയമായിരിക്കും, പക്ഷെ അതിന് മനസ്സിലിട്ട് താലോലിച്ച് അതിന് വേണ്ടാത്ത തലങ്ങളിലേക്ക് എത്തിയായിരുന്നു. അങ്ങനത്തെ ഒരു വ്യക്തി തന്നെ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ഇപ്പൊ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് സങ്കടം വന്ന ആ സമയത്ത് കരയും, പക്ഷെ അതിനെ നമ്മൾ ആ സങ്കടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ആ ഒരു സമയത്ത് തന്നെ നമുക്ക് അതിനെ തിരിച്ച് ചിന്തിച്ച് അത് സോൾവ് ചെയ്യാനുള്ള ഒരു സ്ട്രെങ്ത്, അതുപോലെ സോൾവ് ചെയ്യാനുള്ള ഒരു കാര്യം നമുക്ക് ഈ ബി മാജിക്കിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, എനിക്ക് വളരെ നല്ല ഇഷ്ടമായി ഇന്നത്തെ ഒരു ടോപ്പിക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഓക്കെ, താങ്ക് യു മാം, താങ്ക് യു സോ മച്ച്. താങ്ക് യു പ്രീത. ഷെയർ ചെയ്തതിന് ഒരുപാട് സന്തോഷം. നമുക്ക് വരുന്ന ഫീലിങ്സിനെ ഇമോഷൻസിനെ തിരിച്ചറിയാൻ കഴിയുന്നതെന്ന് പറയുന്നത് തന്നെ വലിയൊരു കാര്യമാണ്. എന്തായാലും ഗ്രേറ്റ്. താങ്ക് യു ഫോർ ഷെയർ. താങ്ക് യു മാം. താങ്ക് യു പ്രീത മാം, താങ്ക് യു സോ മച്ച്. ദിവ്യ മാം. താങ്ക് യു പ്രവീണ മാം. എങ്ങനെ നമ്മളുടെ എന്താ പറയുക സ്ട്രെസ്സിനെ എങ്ങനെ ചെയ്യാനുള്ളത് വളരെ സായിട്ട് പറഞ്ഞു. താങ്ക് യു സോ മച്ച്. നല്ലൊരു ക്ലാസ്. താങ്ക് യു ദിവ്യ. താങ്ക് യു. താങ്ക് യു ദിവ്യ മാം, താങ്ക് യു സോ മച്ച്. മാജിക് മോർണിംഗ്. പറഞ്ഞോളൂ. എനിക്ക് ഇന്നലെ ഒരു അനുഭവം ഉണ്ടായി. ഞങ്ങൾക്ക് ഇന്നലെ എന്റെ ഹസ്ബൻഡിന്റെ ഏട്ടന്റെ ഭാര്യ മരിച്ചിട്ട് അവിടെ ഇന്നലെ 16 അപ്പൊ പരിപാടിക്ക് പോകേണ്ടതുണ്ടായിരുന്നു. അങ്ങനെ പോയി അവിടെ ചെന്ന് അപ്പൊ ഞാൻ എന്റെ പേരക്കുട്ടീനെ പോയത്. അപ്പൊ കുട്ടികൾ വന്നിട്ട് മോളെ ചെറുതിനെ എടുത്തുകൊണ്ടുപോയി. അപ്പൊ നമ്മൾ എന്തായാലും കുട്ടികൾ എന്ന് പറഞ്ഞാൽ ഒരു +2 ഒക്കെ പഠിക്കുന്ന മക്കളാണ്. അപ്പൊ അവരെടുത്തുകൊണ്ടുപോകുമ്പോ പിന്നെ നമുക്ക് കൊണ്ടുപോകേണ്ട പറയാൻ പറ്റില്ല, കുട്ടികളോട് ഇഷ്ടമുള്ളതുകൊണ്ടല്ലേ കൊണ്ടുപോകണത്. അങ്ങനെ കൊണ്ടുപോയി എന്തിനാ പറയണേ, ലാസ്റ്റ് ആ കുട്ടീനെ മറ്റേ ചെറിയ 2 ആൺകുട്ടികളും കൂടിയിട്ട് സൈക്കിളും ഇരുത്തി കൊണ്ടുപോയി കാലതിന്റെ ഉള്ളിൽ കുടുങ്ങി മുറിയായി. ഇതൊന്നും ഞാൻ അറിയണില്ല, മുറിയായി. എന്നിട്ട് അപ്പോഴേക്കും മൂത്ത മക ആ വഴി വരുന്ന സമയത്ത് കണ്ട് അവിടുന്ന് എടുത്ത് ഹോമിയോപ്പതി ഡോക്ടറെ അടുത്ത് കൊണ്ടുപോയി. അപ്പൊ ഇങ്ങനെ തോലരിങ്ങിയിട്ടുള്ളൂ പറഞ്ഞു. അപ്പൊ അതിനുള്ള ക്ലീനിങ്ങിനുള്ളതൊക്കെ കൊടുത്ത് മരുന്നൊക്കെ കൊടുത്ത് കൊണ്ടുവന്നതിന് ശേഷം കുട്ടിയുടെ കാല് നീര് വരാൻ തുടങ്ങി. അവിടുന്ന് വീണ്ടും കൊണ്ടുപോയി പിന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി പൊന്നാനി കൊണ്ടുപോയി കാണിച്ച്. അപ്പൊ എക്സ്റേ എടുപ്പിച്ചപ്പോ ഒരു ഡോക്ടർ പറഞ്ഞ് കുഴപ്പമൊന്നുമില്ല, അത് മരുന്ന് വെച്ചാൽ മാറിക്കോളും എന്ന് പറഞ്ഞപ്പോ ഒരു ഡോക്ടർ പറഞ്ഞ് ചതവുണ്ട് പറഞ്ഞ്. അപ്പൊ ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റലിലേക്ക് റെഫർ ചെയ്ത് അങ്ങനെ അവിടെ കൊണ്ടുപോയി നോക്കുമ്പോ എല്ലിന് പൊട്ടുണ്ട്. സത്യം പറഞ്ഞ ആസ്പത്രിയാണെന്ന് ഒന്നും നോക്കിയില്ല. ഞാൻ അങ്ങോട്ട് പൊട്ടി കരഞ്ഞു. കാരണം കുട്ടിയുടെ കരയുമ്പോ എന്താ പറയുന്നത്, എനിക്ക് വേദനിച്ചിട്ട് വയ്യ പറഞ്ഞിട്ടാ കരയണത്. ആ കരച്ചിലുണ്ട് കേട്ടോടുകൂടി ഞാൻ അവിടെ ഇരുന്ന് അങ്ങോട്ട് കരഞ്ഞ്. എന്റെ മൂത്ത മകൻ എന്റെ കൂടെ ഉണ്ടായിരുന്നു. അവൻ പറഞ്ഞു അമ്മ ആസ്പത്രിയാണ്, അമ്മ എന്തിനാണ്. പക്ഷെ എനിക്ക് ആസ്പത്രി ഒന്നും നോക്കിയില്ല. അപ്പൊ ഞാൻ പറഞ്ഞ പോലെ നമ്മള് എവിടെയാണോ അവിടെ നമ്മളെ അപ്പോഴത്തെ സാഹചര്യത്തിൽ കരയാനാ തോന്നിയെങ്കിൽ നമ്മൾ കരഞ്ഞിരിക്കണം. ഇല്ലെങ്കിൽ നമ്മളെ നെഞ്ചിനുള്ളിൽ എന്താ ഒരു വിമ്മിഷ്ടാണ്, എന്താന്ന് പറയാ. അതുപോലെ തന്നെ ചിരിക്കേണ്ട ഒരു സാഹചര്യം വന്നാലും നമ്മൾ ആ ഒരു ഫീലിംഗിൽ ചിരിച്ചിരിക്കണം. നമ്മൾ അത് ഉള്ളിനുള്ളിൽ വെക്കാനല്ലല്ലോ, നമ്മൾ ആ ഫീലിങ്സ് നമ്മൾ പുറത്തേക്ക് കൊണ്ടുവരാൻ തന്നെ വേണം. അങ്ങനെ ഇന്നലെ ഒരു അനുഭവം ഉണ്ടായി പറയാണ്. ഇനിയും നല്ല ക്ലാസ് ആയിരുന്നു മാം. സ്ട്രെസ് ഇനിയും നമുക്ക് വരാൻ സാധ്യത ഉണ്ട്, ഒന്നും നമുക്ക് പറയാനില്ല. പക്ഷെ ബി മാജിക്കിൽ വന്ന മെമ്പേഴ്സിന് അതിനെയൊക്കെ കൺട്രോൾ ചെയ്യാനുള്ള ഒരു എനർജി
നമ്മളെ ഈ ക്ലാസ്സുകളിൽ നിന്നും നമ്മളെ മെഡിറ്റേഷനിൽ നിന്നും നമുക്ക് കിട്ടുന്നുണ്ട് എന്നുള്ളത് ഒരു സത്യം തന്നെയാണ്. ഓക്കെ, താങ്ക് യു മാം. നല്ല ക്ലാസ് ആയിരുന്നു. എല്ലാരും പറഞ്ഞല്ലോ, ഞാനും പറയാം, നല്ല രസമുണ്ട് കാണാന്. ആ ഡ്രസ്സ് നല്ല ഭംഗിയുണ്ട് കാണാൻ. താങ്ക് യു മാം, താങ്ക് യു സോ മച്ച്. താങ്ക് യു സിന്ധു മാം. സിന്ധു മാം പറഞ്ഞത് കൊണ്ട് ഞാൻ ഇതിലേക്ക് ഒന്ന് ആഡ് ഓൺ ചെയ്യാണ്. ഇപ്പൊ സിന്ധു മാം പറഞ്ഞു എനിക്ക് കരയാൻ തോന്നി. ഓക്കെ, അപ്പൊ നമ്മൾ നന്നായി കരഞ്ഞു, നല്ല കാര്യം. ഇപ്പോഴും നമുക്ക് ചിന്തിക്കാവുന്ന ഒരു കാര്യം കൂടി ഞാൻ ഒരു പക്ഷെ അതിൽ ആഡ് ഓൺ ചെയ്യാത്തത് കൊണ്ടാണ് ആഡ് ഓൺ ചെയ്യുന്നത്. നമ്മൾ ഇങ്ങനെ ചിന്തിക്കുമ്പോൾ നമ്മൾ ഓർക്കേണ്ടത് മറ്റൊരു കാര്യം, എന്തിനാണ് ഞാൻ ഇങ്ങനെ ഇപ്പോ മരിയ കരഞ്ഞു എന്ന് പറഞ്ഞു. മരിയ കരഞ്ഞാനുള്ള കാരണം മരിയ പറയുന്നുണ്ട്. അതായത് ആരും എന്നോട് ഷൗട്ട് ചെയ്യാൻ പാടില്ല, അതുകൊണ്ടല്ലേ ഞാൻ കരഞ്ഞത്. അപ്പൊ എനിക്കിത് ആരൊക്കെ ഷൗട്ട് ചെയ്തപ്പോ ഞാൻ കരഞ്ഞു. ഇതുപോലെ ഇനിയും മരിയ തിരിച്ചറിഞ്ഞൊരു കാര്യം കൂടിയാണ്, ഇതുപോലെ ഇനിയും എന്നോട് ആരെങ്കിലുമൊക്കെ ഷൗട്ട് ചെയ്യും. അപ്പൊ ആ ഒരു ഷൗട്ട് ചെയ്യാൻ പാടില്ല എന്നൊരു ചിന്തയുമ്പോഴാണ് ഇത്രയും സങ്കടം വന്നത് എന്ന് പറഞ്ഞതുപോലെ സിന്ധു മാം ചിന്തിക്കുന്നതെന്ന് വെച്ചാൽ കരഞ്ഞു, ഓക്കെ, ആ ഇമോഷൻസ് വന്ന് എക്സ്പ്രസ് ചെയ്തു. പക്ഷെ ആ എന്തുകൊണ്ട് ഞാൻ കരഞ്ഞു, എന്റെ കുഞ്ഞിന് അങ്ങനെ പറ്റിയപ്പോ അങ്ങനെ പറ്റാൻ പാടില്ല എന്നാണ് ഞാൻ ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത്. ഇങ്ങനെ നമുക്ക് ചുറ്റുമുള്ള നമുക്ക് ഇഷ്ടപ്പെട്ടവർക്കുമൊക്കെ എന്തെങ്കിലുമൊക്കെ സംഭവിക്കും എന്നുകൂടി ഒരു തിരിച്ചറിവ് വേണം എന്നുകൂടി ഇതിൽ കൂട്ടിച്ചേർക്കുകയാണ്. അപ്പൊ അതും നമുക്ക് എന്ത് ചെയ്യാം, അതിനെയും കൂടി നമ്മൾ സ്വീകരിക്കുകയാണ്. അപ്പൊ എന്തായാലും ഏത് സമയത്ത്, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് സ്ട്രെസ് എപ്പോ വേണമെങ്കിലും നമ്മുടെ പിന്നാലെ ഇങ്ങനെ നമ്മളെ കയറി പിടിച്ച് നമ്മളെ കൊണ്ടുപോകും. അപ്പൊ ആ സമയത്തും ഇത് സംഭവിക്കും. ഓക്കെ, അത് സംഭവിക്കുമ്പോഴും അവിടുന്ന് റെസിലിയന്റ് ആയി, ആന്റി ഫ്രജൈൽ ആയി അതിനെ ഉൾക്കൊണ്ടുകൊണ്ട് പുറത്തേക്ക് വരാൻ സാധിക്കാനുള്ള ഒരു മനസ്ഥിതി കൂടി ഉണ്ടാകട്ടെ എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പൊ മരിയ പറയുന്ന ഒരു കാര്യം കൂടി ഇങ്ങനെയാണ്, ഇങ്ങനെ ആരെങ്കിലും ഒക്കെ എന്നോട് എപ്പോഴെങ്കിലേക്ക് സംസാരിച്ചിരിക്കും, അത് അവരുടെ ഒരു മാനസിക അവസ്ഥയായി കണ്ട് ആ സമയത്ത് എന്റെ ഇമോഷൻസ് ഫീൽ പാടില്ല എന്ന് ചിന്തിക്കുന്നിടത്താണ് നമ്മൾ ഈ ബലം പിടിക്കുന്നത്. ആരും എന്നോട് അങ്ങനെ ചെയ്യാൻ പാടില്ല, അങ്ങനെയും ഉണ്ടാകാം എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് അതിനെ മാനേജ് ചെയ്യാൻ മുന്നോട്ട് പോകും. ഇപ്പൊ സിന്ധു മാം പറഞ്ഞതുപോലെ അത് സംഭവിക്കേണ്ടതാണ്, അല്ലെങ്കിൽ സംഭവിച്ചു, എന്തെങ്കിലും ആവട്ടെ, ആ കാലിൽ പൊട്ടി, ഓക്കെ, അതിലേക്ക് സങ്കടം വന്നു, അത് ഞാൻ എനിക്ക് കരഞ്ഞു തീർത്തു. പക്ഷെ എന്തുകൊണ്ട് ഞാൻ കരഞ്ഞു, ഒരിക്കലും ഇങ്ങനെ സംഭവിക്കാൻ പാടില്ല, അതങ്ങനെയല്ലെന്നും ഇനിയും ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ സംഭവിക്കാമെന്നും അതിനെ സ്വീകരിക്കാനുള്ള കരുത്തും ഊർജവും എനിക്ക് നൽകണമേ എന്ന് യൂണിവേഴ്സിനോട് പ്രാർത്ഥിക്കാനുമാണ് നമ്മെ പ്രാർത്ഥന പഠിപ്പിക്കുന്നത് പോലും. ഓക്കെ, താങ്ക് യു സോ മച്ച് സിന്ധു മാം. അത് ഷെയർ ചെയ്തുകൊണ്ടാണ് ഒരുപക്ഷെ അങ്ങനെ ഒരു ചിന്ത കൂടി കൂട്ടിച്ചേർക്കേണ്ടതെന്ന് എനിക്ക് പറയാൻ കൂടി സാധിച്ചത്. താങ്ക് യു. Okay, thank you, Sindhu ma'am. Thank you so much, Sheila ma'am. ഓക്കെ, ഗുഡ് മോർണിംഗ് ടു ഓൾ. എൻ്റെ ഇന്നലെ കോളേജിലുണ്ടായ ഒരു ഇൻസിഡന്റ് ആണ് മാം ഇത് പഠിപ്പിച്ചപ്പം ഒന്ന് എക്സ്പ്രസ് ചെയ്യണമെന്ന് തോന്നി. എന്തെങ്കിലും കറക്ഷൻ വേണമെങ്കിൽ അത് സ്വീകരിക്കാനും കൂടെ വേണ്ടിയാണ് ഞാൻ ഇൻസിഡന്റ് പറയുന്നത്. ഇന്നലെ ഒരു രാവിലത്തെ ക്ലാസ് കഴിഞ്ഞിട്ടുള്ള ഒരു ബ്രേക്ക് ടൈമിൽ വിൻഡോയുടെ അടുത്ത് രണ്ട് കുട്ടികൾ നിന്ന് ഇങ്ങനെ സംസാരിക്കുവാണ്. അപ്പം ഞാൻ പുറത്തേക്ക് ഇറങ്ങി അസൈൻമെന്റ് വെക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ആ അസൈൻമെന്റ് ഒക്കെ എല്ലാവരും എന്തിയെ കൊണ്ടുവന്ന് വെക്കാത്തെന്ന് ചോദിച്ചപ്പോഴത്തേക്ക് ഈ രണ്ട് പിള്ളേർ അവിടെ നിൽക്കുന്നത് കണ്ടപ്പോൾ ഞാൻ അവരോട് എന്തിയെ നിങ്ങൾ എനിക്ക് വെക്കാനുള്ള അസൈൻമെന്റ് വെച്ചോന്ന് ചോദിച്ചു. അപ്പോഴത്തേക്കും അതിലൊരു കുട്ടി അങ്ങോട്ട് പൊട്ടിക്കരയുകയാണ്. എന്നെ നോക്കിക്കൊണ്ട് ഭയങ്കരമായിട്ട് ഇവരുടെ പ്രശ്നങ്ങൾ സംസാരിച്ചുകൊണ്ട് നിൽക്കുമായിരുന്നു. ഞാനിതൊന്നും അറിയുന്നില്ലല്ലോ. അപ്പം ഇവരങ്ങ് പൊട്ടിക്കരഞ്ഞ് ബാത്റൂമിനകത്തോട്ട് കയറി കൊച്ച് ഏങ്ങലടിച്ച് ഭയങ്കരമായിട്ട് ഒരു കൊച്ച് കരയുവാണ്. പ്രത്യേകിച്ച് ഇപ്പം എല്ലാവർക്കും അറിയാം, കോളേജിലാണേലും മെയിനായിട്ടും കോളേജിലൊക്കെ ഈ മെന്റർ മെന്റി പ്രോഗ്രാം വളരെ കാര്യമായിട്ട് ഇൻസിസ്റ്റ് ചെയ്യുന്ന ഒരു ടൈമുമാണ്. അതില് ആ ഒരു കുട്ടി എൻ്റെ ഒരു മെന്റി ആയിരുന്നു താനും. അപ്പൊ എനിക്ക് ഏതായാലും കാര്യമായിട്ട് തന്നെ വിളിച്ച് ചോദിക്കാനുള്ള ഒരു അധികാരം ഉണ്ടായിരുന്നു. അപ്പം പിന്നെ ഉടനെ ഞാൻ ഈ കൊച്ചിനെ വേറൊരു ഒഴിഞ്ഞ സ്ഥലത്തേക്ക് കൊണ്ടുപോയി കാര്യങ്ങൾ എന്താണെന്ന് അന്വേഷിച്ചു. കാര്യങ്ങൾ അന്വേഷിച്ചപ്പോഴത്തേക്കും ഈ കുട്ടി പറയുന്നത് എന്താന്ന് ചോദിച്ചാല്, ഇപ്പം 7th സെമ്മാണ്, ഒരു സെം കൂടെ ഉള്ളൂ, ഇറങ്ങിപ്പോകും. അതായത് അടുത്ത ഫെബ്രുവരിയിൽ ഇറങ്ങേണ്ട കുട്ടിയാണ്. ഈ ഓഗസ്റ്റിൽ അവർക്ക് പരീക്ഷ വരുന്നു. ജൂലൈ 13 മുമ്പ് ഇന്റേണൽസ് ഒക്കെ നമുക്ക് കയറ്റി വിടുകയും ചെയ്യണം. അതുകൊണ്ടാണ് നമ്മൾ ധൃതി വെക്കുന്നത്, പേപ്പർ വെക്കാത്ത എന്ന് ചോദിച്ചു. അപ്പം ഹോസ്റ്റലിൽ 4 കുട്ടികളാണ് താമസിക്കുന്നത്. ഈ കുട്ടി മലപ്പുറത്തു നിന്നുള്ള കുട്ടിയാണ്, നിലമ്പൂരിൽ നിന്നുള്ള കുട്ടി, ഒരു കുട്ടി ആലപ്പുഴയിൽ നിന്നുള്ളത്, ഒരെണ്ണം വേറെ എവിടെയോ വേറെ ഡിസ്ട്രിക്റ്റിൽ നിന്നാണെന്ന് തോന്നുന്നു, അല്ലെ കോട്ടയം ജില്ലയിൽ തന്നെ ദൂരെ എന്നുള്ള ഒരു കുട്ടി. 4 പേര് താമസിക്കുന്നു. അപ്പം ഈ കുട്ടി മുറിയിലില്ലാത്ത സമയത്ത് മറ്റു 3 കുട്ടികൾ ഈ കുട്ടിയുടെ കുറ്റം പറയുകയോ എന്തോ എന്താ പറഞ്ഞെന്ന് ക്ലിയർ ആയിട്ട് എന്നോട് ഇന്നലെ ഡിസ്കോസ് ചെയ്തില്ല. പറഞ്ഞു ഇവർക്ക് ഭയങ്കര സങ്കടമാകുന്നു. പിന്നെ അതുപോലെ തന്നെ 6th സെമ്മിലെ റിസൾട്ട് വന്നപ്പോൾ ഈ കുട്ടി ഒരു വിഷയത്തിന് അല്ലെ 2 വിഷയത്തിനോ തോക്കുകയും ചെയ്തായിരുന്നു.
അപ്പൊ ആ ഒരു ഡിപ്രഷനിലൂടെ ഈ കുട്ടി നടന്നു പോവുകയാണ്. അപ്പൊ അതിന്റെ ഇടയ്ക്കാണ് ഈ 3 കുട്ടികള് ഇവളൊന്നും തുറന്നു പറയുകയല്ലെന്ന വെറും നിസ്സാര കാര്യമാണെന്ന് തോന്നുന്നു. തുറന്നു പറയത്തില്ല, അല്ലെങ്കിൽ അങ്ങനെയാ ഇങ്ങനെയാന്നൊക്കെ പറഞ്ഞ് കുറ്റം പറഞ്ഞെന്ന് പറഞ്ഞു. ഇത് എവിടെയോ എങ്ങനെയോ ഈ 3 പേരിൽ നിന്ന് ഒരാളിൽ പറഞ്ഞു കാണും. അങ്ങനെ ആ കുഞ്ഞ് അറിഞ്ഞു. അത് കഴിഞ്ഞ് ഈ കുട്ടി എന്ത് ചെയ്താലും മുറിയിലും കയറത്തില്ല, പുറത്തിരുന്നോണ്ട് എഴുതുന്നു, അസൈൻമെന്റ്സ് ഒക്കെ എഴുതുന്നു, മറ്റു കുട്ടികളുമായിട്ട് അധികം സംസാരിക്കുന്നില്ല. പിന്നെ ഇവരുടെ ക്ലാസ്സിലെ സെറ്റപ്പ് കറക്റ്റ് എങ്ങനെയാണെന്ന് നമുക്ക് മനസ്സിലാക്കാനും പറ്റത്തില്ല. കാരണം എന്താന്ന് ചോദിച്ചാൽ നമ്മൾ ക്ലാസ്സിൽ ചെല്ലുമ്പോഴല്ലേ ഇവരെ കാണുന്നുള്ളൂ. 50 കുട്ടികളും ഉണ്ട്. നമുക്ക് എല്ലാത്ത ഓരോന്നിനും ഇൻഡിവിജ്വൽ ആയിട്ട് എടുക്കാനും ഒന്നും ടൈമും ഇല്ല. 6 മന്ത് കൊണ്ട് പോർഷൻ തീർക്കണം. അപ്പൊ നമുക്ക് വളരെ ടൈറ്റ് ഷെഡ്യൂൾ ആയിട്ടാണ് ഈ BSc നഴ്സിംഗ് കോഴ്സ് പോകുന്നത് ഇപ്പോൾ. അപ്പം എന്താണെങ്കിലും ഞാൻ ഈ കുട്ടിയോട് ചോദിച്ചു, കരയാൻ ഒരു കുറച്ച് ടൈം ഞാൻ കൊടുത്തു. അത് ഇരുന്ന് കരയട്ടെന്ന് ഞാനും മാം പറഞ്ഞ പോലെ കരഞ്ഞ് എക്സ്പ്രസ് ചെയ്യട്ടെന്ന് ഞാനും ഇങ്ങനെ വിചാരിച്ച് ടൈം കൊടുത്തു. കൂടുതൽ സമയവും നമുക്ക് നല്ല രീതിയിലൊന്നും എടുക്കാനും പറ്റുന്നില്ല. പിന്നെ ഞാൻ അവസാനം വൈകുന്നേരം എൻ്റെ അടുത്ത് വാ, ഞാൻ ഒരു കുറച്ച് കാര്യം പറഞ്ഞു തരാമെന്നും പറഞ്ഞ് എൻ്റെ അടുത്ത് വന്നു. അപ്പൊ ഞാൻ പറഞ്ഞു കൊടുത്ത പോയിന്റ്സ് എന്നാന്ന് ചോദിച്ചാൽ, നമ്മൾ ഈ പറയുന്നത് പോലെ മാം കഴിഞ്ഞ പ്രാവശ്യം അല്ലെങ്കിൽ മറ്റുള്ള ക്ലാസ്സുകളിലൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. നമുക്കുള്ള ഇമോഷൻസ് അതുപോലെ തന്നെ, അല്ലെങ്കിൽ ആ ഒരു ഇൻസിഡന്റ് ഒരു വൈറ്റ് പേപ്പറിൽ എഴുതി കൊണ്ടുവരാനാണ് ഇന്ന് രാവിലെ ഞാൻ പറഞ്ഞേക്കുന്നത്. പിന്നെ ഗ്രാറ്റിറ്റ്യൂഡ് എഴുതാനും പറഞ്ഞു, അതുപോലെ തന്നെ അഫർമേഷൻസ് കൊടുക്കാനും പറഞ്ഞു. ഇങ്ങനെ ഒരു ഇൻസിഡന്റ് ആണ് ഇന്നലെ എനിക്ക് കിട്ടിയത്. ഇതിലെന്തെങ്കിലും ആഡ് ഓൺ ചെയ്യാനുണ്ടോ, ഞാൻ എന്ത് ചെയ്യണമെന്ന് മാം ഒന്ന് പറഞ്ഞാൽ ഉപകാരമായിരുന്നു. ഓക്കെ, താങ്ക് യു മാം. നല്ലൊരു ക്ലാസ്. താങ്ക് യു ഷീല മാം. ഒന്നാമതായിട്ട് പറയാനുള്ള, ഷീല മാം അത് കേൾക്കാനുള്ള സമയം കണ്ടെത്തി എന്നുള്ളത് തന്നെ വലിയൊരു കാര്യമാണ്. അത് അവിടെ വലിയൊരു റിലേഷൻ ഉണ്ടാക്കിയിട്ടുണ്ടാകും എന്ന് തീർച്ചയാണ്. കാരണം ഇന്നത്തെ സമൂഹത്തിൽ എന്തൊക്കെ പറഞ്ഞാലും ആർക്കും ആരെയും കേൾക്കാനുള്ള സമയമില്ല. നമ്മൾ പറയുന്നത് ഇങ്ങനെയാണ്, നമുക്ക് തിരക്കാണ്, നമുക്ക് ബുദ്ധിമുട്ടാണ്, നമുക്ക് ഷീല മാം പറഞ്ഞ പോലെ ഇതൊക്കെയാണെങ്കിലും അതിന്റെ ഇടയിൽ ഇത്തിരി സമയം കണ്ടെത്തിയാൽ മതി. ഒരുപാട് സമയമൊന്നും വേണ്ട. അവര് പറയുന്ന കാര്യങ്ങളിൽ ഒന്ന് കേൾക്കാൻ തയ്യാറായി എന്നുള്ളത് തന്നെ വലിയ കാര്യമാണ്. എന്തായാലും ഷീല മാം ഗൈഡൻസ് കൊടുത്തത് അതുപോലെ തന്നെ നടക്കട്ടെ. നമുക്ക് നോക്കാം ആ കുട്ടി ഇമോഷൻസ് ചിലപ്പോൾ എഴുതുന്നതോട് കൂടി ചിലപ്പോൾ ഒരു റീതിങ്കിലേക്ക്, എന്താണ് ഞാൻ കടന്നു പോകുന്നത് തിരിച്ചറിയാനുള്ള ഒരു വർക്കൗട്ട് ആയിട്ട് ആ കുട്ടിക്ക് ഫീൽ ചെയ്യും തീർച്ചയായിട്ടും. എന്തായാലും നല്ലൊരു ഗൈഡൻസ് അവിടെ കൊടുത്തിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കേൾക്കാൻ കാണിച്ച മനസ്സിന് വലിയൊരു ഹാറ്റ്സ് ഓഫ്. എന്തായാലും ഷീല മാം, എന്തായാലും ഇതുപോലെ കേൾക്കാൻ കഴിയട്ടെ, അവരെ ഗൈഡ് ചെയ്യാൻ കഴിയട്ടെ, അവർക്കൊപ്പം നിൽക്കാൻ കഴിയട്ടെ എന്നത് പ്രാർത്ഥിക്കുന്നു. Great. പിന്നെ മാഡം, ഈ കുട്ടി റൂം മാറാൻ വേറെ ഹോസ്റ്റൽ നോക്കിക്കൊണ്ടിരിക്കുവാണ്. ഇപ്പം ഈ കുട്ടി വേറെ റൂമിലേക്ക് പോകുമ്പോഴത്തേക്കും മറ്റേ 3 പേർക്ക് അവിടെ കൊള്ളലാകും. പിന്നെ മാറുവാണെങ്കിൽ എന്താണേലും പ്രിൻസിപ്പൾ അറിയണം. പിന്നെ ഈ ഗ്രൂപ്പിനെ മൊത്തം വിളിച്ചൊക്കെ പ്രശ്നങ്ങളാക്കാം. ഞാൻ ഏതായാലും റിപ്പോർട്ട് ചെയ്യും. കാരണം നമ്മൾ റിപ്പോർട്ട് ചെയ്തില്ലെങ്കിൽ അത് പ്രശ്നമാകൂല. എൻ്റെ കുട്ടിയാണ്. അതുകൊണ്ട് ഇന്ന് റിപ്പോർട്ട് ചെയ്യാനും ഇരിക്കുവാണ്. ഏതായാലും സാറിനെ അറിയിക്കണമല്ലോ. ഫയർ അതോറിറ്റിയെ അറിയിച്ചില്ലെങ്കിൽ പിന്നെ നിങ്ങൾ എന്തുകൊണ്ട് അറിയിച്ചില്ല എന്നുള്ള ഒരു ചോദ്യം വരത്തില്ലേ? അപ്പൊ ഇങ്ങനെ ഭയങ്കര ഒരു ക്രൈസിസിലാണ്. കുഴപ്പമില്ലായിരിക്കും, ചെറിയ കാര്യങ്ങളേ ഉള്ളൂ. എന്നാലും ഈ പിള്ളേരുടെ മനസ്സേ നമുക്ക് പറയാൻ പറ്റത്തില്ലല്ലോ ഏത് തരമാണെന്ന്. അതുകൊണ്ടൊരു വിഷമം. ഓക്കെ, അതുകൊണ്ട് താങ്ക് യു. ഷീല മാമിന് ഇല്ല സ്ട്രെസ് ഉണ്ടോ? ഇല്ല, എനിക്ക് സ്ട്രെസ് ഇല്ല, കുഴപ്പമില്ല. അല്ല, നമ്മൾ പലപ്പോഴും പറയുന്നത് ഇങ്ങനെ, നമുക്ക് സ്ട്രെസ് ഇല്ല, പക്ഷെ ഷീല മാം പറഞ്ഞു നമ്മളിത് പറയണ്ടേ, നമ്മൾ അതോറിറ്റിയെ പറയും. ഇതൊരു സ്ട്രെസ്സാണ്, നമ്മൾ തിരിച്ചറിയാതെ പോകുന്ന ഒരു സ്ട്രെസ്സാണ്. നമുക്ക് ഇല്ലാന്ന് പറയുമ്പോഴും നമ്മൾ പലപ്പോഴും പറയുന്നതാണ് എനിക്ക് സ്ട്രെസ് ഒന്നുമില്ല. ഉണ്ട്, നമുക്ക് എപ്പോഴും സ്ട്രെസ് നമ്മുടെ ഒപ്പം ഉണ്ട്. എങ്കിലും ഉണ്ട്. നമ്മൾ വളരുള്ളൂ, അത് വേറെ കാര്യം. ഉണ്ടെങ്കിൽ നമ്മൾ ഡബിൾ സ്ട്രോങ് ആവുള്ളൂ. വരുന്ന സ്ട്രെസ് ഒക്കെ നമ്മൾ ഡബിൾ സ്ട്രോങ് ആക്കുള്ള നമുക്ക് തിരിച്ചറിയാനാണ് ആ സമയത്ത് പറ്റാത്തതെന്നാണ് പറയുന്നത്. ഓക്കെ, നൗഫൽ എന്തോ പറയാൻ കൈ ഉയർത്തിയിരുന്നു, ഇവിടെ എന്തോ. താങ്ക് യു. വളരെ നല്ല ക്ലാസ് ആയിരുന്നു. അത് പറയാതെ ഒരു വിഷമമാണ്. ചില നമ്മൾ പറയാമല്ലോ, നല്ലൊരു ഭക്ഷണം കിട്ടിയിട്ട് അതിന്റെ നന്ദി കേടാന്ന് പറഞ്ഞ പോലെ നല്ലൊരു ക്ലാസ് കേട്ടിട്ട് നമ്മളൊരു നന്ദി പറഞ്ഞില്ലെങ്കിൽ ഒരു നന്ദി കേടായി പോകുന്നു കരുതിയിട്ട് ഞാൻ എപ്പോഴും മാമിന്റെ ക്ലാസ്സിൽ ഫീഡ്ബാക്ക് വരാൻ ആദ്യം വരാറ്. നല്ലൊരു ക്ലാസ് ആയിരുന്നു. പിന്നെ ഇതിൽ ഞാൻ ചെറിയൊരു തിരുത്തല്ല, പിന്നെ നമുക്ക് മാഡത്തിന്റെ ക്ലാസ്സിലല്ല, ഇതിലിപ്പോ ആരോ ഫീഡ്ബാക്ക് പറഞ്ഞു, ഞാൻ ആളെ ശ്രദ്ധിച്ചില്ല. അതിനൊന്ന് ചെറിയൊന്ന് പെട്ടെന്ന് ശ്രദ്ധിച്ചാൽ ഞെട്ടി ഉണർന്നതാണ്. അതായത് സന്തോഷം വരുമ്പോൾ നമ്മൾ നല്ലോണം ആനന്ദിച്ച് സന്തോഷിക്കണം, ആഹ്ലാദിക്കണം. അപ്പോൾ നമുക്ക് ദേഷ്യം വരുമ്പോൾ നമ്മൾ എന്താക്കണം, പെട്ടെന്ന് പൊട്ടിത്തെറിക്കുക എന്നുള്ള ആദ്യത്തെ പറഞ്ഞു, പൊട്ടിത്തെറിച്ച് തീർക്കണം, അല്ലെങ്കിൽ പെട്ടെന്ന് ദേഷ്യം പിടിക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ
അത് നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കേസാണ്. ഇന്നലെയും കൂടി ഞാനൊരു കഥ കേട്ടു. ഞാനല്ല, ഞങ്ങളുടെ ടീം തന്നെ കഥ കേട്ടു. ആ കഥ വേണമെങ്കിൽ ദിവ്യാമ്മ കേൾക്കുന്നുണ്ടോ? ഹലോ, ഉണ്ട് ദിവ്യാമ്മ ഉണ്ട് പോയോ? ഉണ്ട്. കേൾക്കുന്നുണ്ട്. നമ്മൾ ഇന്നലെ കേട്ട ആ കഥ ഒന്ന് ചുരുക്കി എന്ന് പറയാൻ പറ്റുമോ? ഞാൻ പറഞ്ഞാൽ റെഡി ആവില്ല, അതുകൊണ്ടാ. ഓക്കെ. ദേഷ്യം അതാണ്, ദേഷ്യം അതായത് കൊണ്ട് പ്രതികരിക്കും. നമ്മൾക്ക് എന്തെങ്കിലും ഒരു കാര്യം വരുമ്പോ, ഒരു നെഗറ്റീവായിട്ടൊരു കാര്യം വരുമ്പോ അത് പെട്ടെന്ന് നമ്മൾ ആ സമയത്ത് ദേഷ്യപ്പെട്ട് കഴിഞ്ഞാല് ആ ഒരു കാര്യം എന്താ പറയാ കൂടുതൽ കോംപ്ലിക്കേറ്റഡ് ആവുമെന്നാണ് സാറ് പറഞ്ഞതിന്റെ ആ മീനിങ് വരുന്നത്. അതായത് സാറ് പറഞ്ഞത് സാറിന്റെ ഒരു കൂട്ടുകാരന്റെ വീട്ടില്, അതായത് വാഷ് ബേസിന്റെ അടുത്ത് അദ്ദേഹം ഒരു മൊബൈൽ വെച്ചിട്ടുണ്ടായിരുന്നു. ആ മൊബൈൽ വെച്ചപ്പോ അദ്ദേഹത്തിന്റെ വൈഫ് എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാല് ആ വാഷ് ബേസിന്റെ അടുത്താണ് വെച്ചിരിക്കുന്നത്, വീഴുമെന്ന് വിചാരിച്ചിട്ട് അതെടുത്ത് ഡൈനിങ് ടേബിളിൽ വെച്ചു. ഡൈനിങ് ടേബിളിൽ വെച്ചിട്ട് കുറച്ച് കഴിഞ്ഞപ്പോൾ ഡൈനിങ് ടേബിളിന്റെ മുകളിലാണ് വെച്ചിരുന്നത്. അപ്പൊ ആ സമയത്ത് കുട്ടി എന്തോ പുസ്തകം എടുത്ത് മാറ്റുന്ന, സ്കൂളിൽ പോകാൻ നേരത്ത് കുട്ടി പുസ്തകം എടുക്കാൻ നേരത്ത് ഈ ഫോൺ നിലത്തേക്ക് വീണു. അപ്പൊ അങ്ങനെ നിലത്തേക്ക് വീണ സമയത്ത് അത് സ്ക്രാച്ച് ആയി, അത് പൊട്ടി, മൊബൈല് പൊട്ടി. അപ്പോ അത് അദ്ദേഹം കുളിക്കാൻ പോയി വന്ന് തിരികെ വന്ന് കണ്ടപ്പോൾ ഫോൺ പൊട്ടിയിരിക്കുന്നത് കണ്ടു. അദ്ദേഹം വളരെയധികം ദേഷ്യപ്പെട്ടു, അദ്ദേഹത്തിന്റെ വൈഫിന്റെ അടുത്ത് വളരെ ദേഷ്യപ്പെട്ടു. അങ്ങനെ ദേഷ്യപ്പെട്ടു. അദ്ദേഹത്തിന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കമ്പനി ഏറ്റവും വലിയൊരു കോൺട്രാക്ട് പിടിക്കാനുണ്ടായിരുന്നു, കോടികളുടെ ഒരു കോൺട്രാക്ട് ആയിരുന്നു. അപ്പൊ വളരെയധികം ദേഷ്യപ്പെട്ടു അദ്ദേഹത്തിന്റെ വൈഫിന്റെ അടുത്ത്. അപ്പോ പോണായിരുന്നു. ഇത് കഴിഞ്ഞ് പോയി അദ്ദേഹം കാര്യത്തിന് വേണ്ടിയിട്ട് പോയി, കമ്പനിയിലേക്ക് പോയി. അപ്പൊ ഈ കമ്പനിയിലേക്ക് പോയി, ഫോണാണെങ്കിൽ ആകെ നാശമായി. അങ്ങനെ ഒന്ന് കുട്ടിയാണെങ്കിൽ സ്കൂളിലേക്ക് പോയി. പോകുന്ന വഴിക്ക് അദ്ദേഹത്തിന് മനസ്സിലായി അദ്ദേഹത്തിന്റെ മെയിൻ കോൺട്രാക്ടിന്റെ ബുക്ക് എടുത്തിട്ടില്ല എന്ന് മനസ്സിലായി. അദ്ദേഹം വൈഫിനെ എങ്ങനെയോ വിളിച്ചതിന് ശേഷം പെട്ടെന്ന് വീട്ടിലേക്ക് വായോ, ചാവിയില്ല, തുറക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ പെട്ടെന്ന് ഓടി ഇവിടെ വീട്ടിലേക്ക് വന്നപ്പോഴേക്കും എന്താ പറയാ വൈഫ് വന്നിട്ടില്ല. അപ്പൊ വൈഫിനെ കാത്തിരുന്ന് കുറച്ചു നേരം, അവസാനം വീടിന്റെ ഫ്രണ്ട് സൈഡ് എല്ലാം തല്ലിപ്പൊളിച്ച് അകത്തി കയറി ഈ കോൺട്രാക്ട് ബുക്ക് എടുത്ത് വന്നു. പെട്ടെന്ന് തന്നെ വണ്ടി ഓടിച്ച് വന്ന് അവിടെ എത്തിയപ്പോഴേക്കും, കമ്പനിയിൽ എത്തിയപ്പോഴേക്കും പാർട്ട്നേഴ്സ് ഭയങ്കര അടി കൂടാൻ തുടങ്ങി. കാരണം കൃത്യസമയത്തിന് എത്താൻ പറ്റാത്തത് കൊണ്ട് എന്താ പറയാ അവര് തമ്മിൽ തല്ലിപ്പിരിഞ്ഞു. അങ്ങനെ അദ്ദേഹത്തിന്റെ ഇതുവരെ വൈഫിനെ വിളിച്ചിട്ട് കിട്ടിയില്ല. അങ്ങനെ കുറച്ച് കഴിഞ്ഞ് അപ്പോ അദ്ദേഹത്തിന്റെ ഫോണിലേക്ക് ഒരു ഇത് വന്നു, വൈഫ് സീരിയസ് ആണ്, അതായത് ആണ് ഹോസ്പിറ്റലിൽ എന്ന് പറഞ്ഞു. അപ്പോ എന്താ പറയാ നമുക്ക് ചാവി തരാനുള്ള ഓട്ടത്തില്, അതായത് അത്രയും സ്പീഡിൽ വണ്ടി ഓടിച്ചു വന്ന സമയത്ത് ആക്സിഡന്റ് വന്നതാണ്. അങ്ങനെ അപ്പൊ ഈ കഥയിൽ നിന്ന് മനസ്സിലായത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, നമ്മൾക്ക് നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ സംഭവിച്ചേക്കാം, പക്ഷെ ആ സമയത്ത് നമ്മൾ എങ്ങനെയാണ് പ്രതികരിക്കുന്നത് എന്നതും കൂടി നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. കാരണം ആ ഒരു പൊട്ടിത്തെറിക്കലിന്റെ ഫലമാണ് ഇത് ഇങ്ങനെയെല്ലാം സംഭവിക്കാനുള്ള കാരണം. അപ്പോ നമ്മളുടെ ഇമോഷൻസിനെ എങ്ങനെ കൺട്രോൾ ചെയ്യാമെന്ന് കൂടി ഈ ഒരു കഥയിൽ നിന്ന് നമുക്ക് മനസ്സിലാവും എന്നുള്ളതാണ് അർത്ഥമാക്കുന്നത്. താങ്ക് യു ഞാൻ നൗഫൽ സർ. പറഞ്ഞാല് പിന്നെ ചുരുക്കി പറയാൻ എനിക്ക് പറ്റില്ല, അതുകൊണ്ടാണ് ഞാൻ പറയുമ്പോൾ വീണ്ടും സമയപരിധി ഉണ്ടാവില്ല, എക്സ്പ്ലെയിൻ ചെയ്തപ്പോൾ പറഞ്ഞു പോകും, അതുകൊണ്ടാണ് മാമിനെ ഏൽപ്പിച്ചത്. അപ്പോൾ സിന്ധു മാം, നമ്മൾ കുറച്ച് ആളുകളൊക്കെ ഇതിലുള്ള ആളുകൾ കഥ കേട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മളെ ഇമോഷൻസിനെ കൺട്രോൾ ചെയ്യുക. ദേഷ്യം വന്നാൽ നമ്മൾ സന്തോഷം വന്ന മാതിരി ചിരിക്കുന്നത് പോലെ, സങ്കടം വരുന്ന പോലെ, കരയുന്നത് പോലെ ദേഷ്യം വന്നാൽ നമ്മൾ ഒരിക്കലും അത് പ്രകടിപ്പിക്കരുത് എന്നാണ് ഞാനിതിൽ ഉദ്ദേശിച്ചത്. കാരണം നമ്മൾ ചില ആളുകൾ ക്ലാസ് കേൾക്കുമ്പോൾ അതേപോലെ ഇംപ്ലിമെന്റ് ചെയ്യുന്ന ആളുകൾ ഉണ്ടാവും. അപ്പൊ ചിലപ്പോ ക്ലാസ്സിൽ നിന്ന് ചിലപ്പോൾ നമ്മൾ ദേഷ്യം വന്നാൽ ദേഷ്യപ്പെടണം. അപ്പൊ ഇന്ന് മുതൽ ആരെങ്കിലും കൂടെ ദേഷ്യം വന്നാൽ, നമ്മളെ മനസ്സിൽ ദേഷ്യം വന്നാൽ നമ്മൾ അങ്ങോട്ട് ദേഷ്യപ്പെട്ടു പോയി. ഇതിപ്പോ മാമിന്റെ ക്ലാസ് നല്ലട്ടോ നമുക്ക് കിട്ടിയത്. ഇത് ഫീഡ്ബാക്ക് പറഞ്ഞപ്പോൾ ആരോ ഫ്ലോയിൽ പറഞ്ഞു പോയതാണ്, ചിലപ്പോ അദ്ദേഹം ചിന്തിച്ചിട്ടുണ്ടാവില്ല. അപ്പോ നമ്മൾ ആ ദേഷ്യത്തെയൊക്കെ ശരിക്ക് കൺട്രോൾ ചെയ്യാൻ പഠിച്ചില്ല. ഇന്ന് ജയിലിൽ കഴിയുന്ന പല ആളുകൾ ഒരു നിമിഷത്തെ ആ ഒരു ദേഷ്യം കൊണ്ടായിരിക്കാം ജീവിതകാലം മുഴുവൻ അതിൻ്റെ അകത്തായി പോയത്. അപ്പൊ നമ്മൾ ദേഷ്യത്തെ എപ്പോഴും കൺട്രോൾ ചെയ്യാൻ
ശ്രമിക്കുക എന്ന് ഓർമ്മപ്പെടുന്നു. മാമിന്റെ ക്ലാസ്സിൽ നിന്ന് വളരെ എന്താ പറയാ കുറഞ്ഞ സമയം കൊണ്ട് നമുക്ക് ഒരു ആയുഷ്കാലം മുന്നേ ഇംപ്ലിമെന്റ് ചെയ്താൽ സക്സസ് ആകാൻ പറ്റിയ കാര്യങ്ങളാണ്. നല്ലൊരു ഗുഡ് പേഴ്സൺ ആകാൻ പറ്റിയ ക്ലാസ്സുകളാണ് മാമിന്റെ എപ്പോഴും ഉണ്ടാവുക. താങ്ക് യു ഓൾ. ഓക്കെ, സമയമായിട്ടുണ്ടെങ്കിലും കൂടി ഞാനിതിലൊരു തിരുത്തിലേക്ക് വരികയാണ്. നമ്മൾ ചിന്തിക്കേണ്ട ഒരു ചിന്തയിലേക്ക് നമ്മളെ കൊണ്ടുവരികയാണ്. നമ്മളിത് കേൾക്കുമ്പോൾ നമ്മൾ ചിന്തിക്കും ഇത് സമൂഹം ഉണ്ടാക്കി തീർക്കുന്നതാണ്. അതായത് ദേഷ്യപ്പെട്ടു, അതുകൊണ്ട് ആ വ്യക്തി സ്പീഡിൽ വന്നു. ഞാൻ പറഞ്ഞില്ല, ഈ ആക്സിഡന്റ് എന്ന് പറയുന്നതൊന്നും നമ്മുടെ കയ്യിലുള്ള കാര്യമല്ല. അവരോട് താക്കോല് മാത്രമേ ചോദിച്ചുള്ളൂ. നമ്മൾ പറയുന്നത് എന്താ, ഇദ്ദേഹം ദേഷ്യപ്പെട്ടത് കൊണ്ട് ഈ ദേഷ്യത്തിന് നമ്മൾ ഇവിടെയാണ് നമുക്ക് വരുന്ന പ്രശ്നം. നമ്മൾ ഇത്തരത്തിൽ ഒരു കഥയെ നമ്മൾ കാണുക, നമുക്ക് ദേഷ്യം വരുന്നുണ്ടെങ്കിൽ ആ ദേഷ്യം എക്സ്പ്രസ് ചെയ്യുമ്പോൾ പോലും നമ്മൾ പറയുന്നത് എനിക്ക് വല്ലാതെ ദേഷ്യം വരുന്നുണ്ട്. എന്തുകൊണ്ടാണ് എനിക്ക് ദേഷ്യം വരുന്നത് ചോദിച്ചാൽ ഇത് ഇങ്ങനെയായിരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. ചിലപ്പോൾ അദ്ദേഹം അത് ഇതിനെക്കുറിച്ച് മാത്രമേ ആ വ്യക്തി ചിന്തിക്കുന്നുള്ളൂ. കാരണം അത് ആ വ്യക്തിയുടെ ജീവിതവുമായിട്ടും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ബന്ധപ്പെട്ട് പോയത് ഒരു അസൈൻമെന്റ് ആയതുകൊണ്ടാണ് ഒരുപക്ഷെ അദ്ദേഹം എക്സ്പ്രസ് ചെയ്തത്. അതുകൊണ്ട് ഈ വ്യക്തി ഈ താക്കോൽ തരാൻ വന്നപ്പോൾ സ്പീഡിൽ വന്നപ്പം ആക്സിഡന്റ് ആയി എന്ന് ഒരിക്കലും നമുക്ക് പറയാൻ കഴിയില്ല. കാരണം റോഡിലേക്ക് ഇറങ്ങിയാൽ ശ്രദ്ധിക്കേണ്ടത് ആ വ്യക്തിയും അല്ലെങ്കിൽ നമ്മുടെ കൺട്രോൾ ഇല്ലാത്ത ചിലപ്പോൾ ഇങ്ങോട്ട് വന്ന് നമ്മൾ ഇരിക്കുന്ന അവസ്ഥയും ഉണ്ടാവും. ഒരിക്കലും ഇദ്ദേഹത്തിന്റെ ദേഷ്യം കൊണ്ടായിരിക്കില്ല ഒരു പക്ഷേ ഈ ആക്സിഡന്റ്. അദ്ദേഹം രാവിലെ ദേഷ്യപ്പെട്ട് അവർ അതേ വണ്ടിയും കൊണ്ട് ഓഫീസിലേക്ക് പോയിട്ടുണ്ട്. അവർക്കൊന്നും സംഭവിച്ചിട്ടില്ല. പക്ഷെ തിരിച്ചവര് താക്കോല് വരാൻ വേണ്ടി വന്നപ്പം അവർക്ക് ആക്സിഡന്റ് സംഭവിച്ചു. ലെറ്റ് ഇറ്റ് ബി. ഇതിനെയാണ് ലൈഫിന് നമ്മൾ അതേപോലെ സ്വീകരിക്കണം എന്ന് പറയുന്നത്. ഇതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇമോഷൻസ് തിരിച്ചറിഞ്ഞ എനിക്ക് ദേഷ്യം ഇന്നതായിരുന്നു ഇത് വിഷയം, ഇത് കാരണം ഞാൻ നമ്മൾ ചിന്തിക്കുന്നത് ഇതാണ്, മൊബൈൽ പൊട്ടാൻ പാടില്ല, അതുകൊണ്ടല്ലേ ദേഷ്യം വന്നത്. ഇപ്പൊ നേരത്തെ മരിയ പറഞ്ഞത് എന്താണ്, എനിക്ക് സങ്കടം വന്നു. എന്തുകൊണ്ട് എനിക്ക് സങ്കടം വന്നത്, അദ്ദേഹം അങ്ങനെ ഒരിക്കലും ഒരാളെ നിന്നോട് ദേഷ്യപ്പെടരുത് എന്ന് ചിന്തിക്കുമ്പോഴാണ് ഈ ഇമോഷൻ കയറി വന്നത്. അദ്ദേഹവും അങ്ങനെ ചിന്തിക്കാം. അപ്പൊ ഈ ഇമോഷൻസ് വന്നു കഴിഞ്ഞാൽ അത് തിരിച്ചറിയാനുള്ള തലത്തിലേക്ക് നമ്മൾ ഉയരണമെങ്കിൽ അത് എക്സ്പ്രസ് ചെയ്തേ മതിയാവും. എന്നിട്ട് സമൂഹം പറയുന്നത് ഇത്തരത്തിലാണ്, അത് അങ്ങനെ പറഞ്ഞതുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത്. ഒരിക്കലുമല്ല. അത് പറയുന്നത് ആഡ്ലറുടെ സൈക്കോളജിയിലാണ് കേട്ടോ. ആഡ്ലറുടെ സൈക്കോളജിയിൽ പറഞ്ഞത് പാസ്റ്റ് ഈസ് പാസ്റ്റ്. അത് എന്തൊക്കെയാണെങ്കിലും ഈ പാസ്റ്റിനെ കൂട്ടുപിടിച്ച് നമ്മൾ ഒന്നിനെയും ഡിഫൈൻ ചെയ്യേണ്ടത്. പക്ഷെ ഫ്രോയിഡിന്റെ സൈക്കോളജിയിൽ അങ്ങനെയല്ല പറയുന്നത്. അത് നമ്മളുടെ ബന്ധപ്പെട്ടിരിക്കുന്നു. പക്ഷെ എനിക്ക് കുറച്ചുകൂടി എനിക്ക് ഇഷ്ടപ്പെട്ടതും സ്വീകരിക്കാൻ കഴിഞ്ഞ ഒരു കാര്യം ആഡ്ലറുടെ സൈക്കോളജിയാണ്. അദ്ദേഹം പറഞ്ഞ പാസ്റ്റുമായിട്ട് നമുക്ക് ഒരു കണക്ഷനുള്ള ലീവ് ഇറ്റ്. നമ്മൾ ഇതിനെയാണ് കൂട്ടുപിടിക്കുന്നത്. രാവിലെ അടിപിടി കൂടി, അതിന്റെ ബാക്കിയാണ്. അവര് മനഃപൂർവ്വം ചെയ്തതല്ല, അവരൊരിക്കലും സൂയിസൈഡ് ചെയ്തില്ല എങ്കിൽ നമുക്ക് പറയാം അപ്പോഴും അത് അവരുടെ ചിന്താഗതിയാണ്. ഒരിക്കലും ഈ വ്യക്തിയുടെ ചിന്താഗതി അല്ല. അദ്ദേഹത്തിന് ഇത് ഇങ്ങനെ നടത്തണം എന്നൊരു ഒറ്റ മൈൻഡ് സെറ്റേ ഉള്ളൂ. അതിന്റെ പേരിലാണ് ഇത് ഉണ്ടായത് എന്ന് സമൂഹമാണ് അതിന് എന്ത് ചെയ്യുന്നത്, ഇതിങ്ങനെ കാരണങ്ങൾ പറഞ്ഞ് നമ്മുടെ ആ ഒരു ട്രാപ്പിലാക്കി ഇനി ഇദ്ദേഹം എന്ത് ചെയ്യും, ഈ ഒരു ട്രാപ്പിൽ മുഴുവൻ ജീവിതകാലം ഇങ്ങനെ മുന്നോട്ട് പോകേണ്ടി വരും. ഇത് കാരണം ഇത് സംഭവിച്ചു. പക്ഷെ ഇത് സംഭവിച്ചു എന്ന് ഉൾക്കൊള്ളാൻ, ഇതാണ് മാനുഷിക തലത്തിൽ നമ്മൾ കുറച്ചുകൂടി മുന്നോട്ട് പോകണം എന്ന് പറയുന്നത്. ഒരിക്കലും എന്തെങ്കിലും സംഭവിച്ചിട്ടുള്ള നമ്മുടെ കാരണം കൊണ്ടല്ല, നമുക്ക് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതാണ് നമ്മുടെ കാരണം, നമ്മുടെ ചിന്തയാണ് നമ്മളെ കൊണ്ടുപോകുന്നത്. അദ്ദേഹം ദേഷ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിന്റെ കാരണം ചിലപ്പോൾ വ്യക്തമാക്കിയിട്ടുണ്ടാവും. അത് ആ ഫാമിലിയിൽ മനസ്സിലാക്കുന്നിടത്തോളം കൂടെ അവിടെ ഫാമിലിയിൽ മനസ്സിലാക്കാൻ കഴിയുന്നില്ലെങ്കിൽ അത് നമ്മുടെ പരാജയം അവരുടെ പരാജയം ഒക്കെയാണ്. അപ്പൊ ഒരിക്കലും ഈ കഥ പറഞ്ഞുകൊണ്ടുകൊണ്ട് ഞാൻ പറയുകയാണ്, സമൂഹം ഇങ്ങനെ പല കാര്യങ്ങളും വളച്ചൊടിച്ച് കൊണ്ടുവരുന്നുണ്ട്. ആ വളച്ചൊടിക്കലിനെ നമ്മൾ തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടേതായ രീതിയിൽ മുന്നോട്ട് പോയില്ലെങ്കിൽ നമ്മൾ എപ്പോഴും സമൂഹത്തിന്റെ ഇത്തരം ട്രാപ്പുകളിൽ നമ്മൾ അങ്ങനെ ആയിപ്പോകും. ഇപ്പൊ അമ്മ വഴക്ക് പറഞ്ഞു മൊബൈൽ എടുത്തു വെച്ചു എന്ന് പറഞ്ഞ് കുട്ടി മരിച്ചിട്ടുണ്ടെങ്കിൽ ആ കുട്ടി തൂങ്ങി മരിക്കുന്നതാണ് നല്ലത്. കാരണം ആ കുട്ടിക്ക് അത് ജീവിതത്തിൽ ഒന്നും നേരിടാൻ കഴിയില്ല. അമ്മ ചെയ്തത് ഇത്ര മാത്രമേ ഉള്ളൂ. ഈ മുഴുവൻ സമയം ഇത്രയും ആദ്യം പറഞ്ഞിട്ടുണ്ടാവും, പഠിക്കാൻ പറഞ്ഞിട്ടുണ്ടാവും, വീണ്ടും പഠന കാര്യങ്ങൾ ആ കുട്ടി മുന്നോട്ട് പോകണം എന്ന ഒറ്റ ഇന്റൻഷനിൽ മാത്രമേ അമ്മ തന്നിട്ടുള്ളൂ. എന്നിട്ട് സമൂഹത്തിന് അമ്മ പറഞ്ഞത് കൊണ്ട് അമ്മ ചിലപ്പോൾ ഇത്രയേ ഉദ്ദേശിച്ചുള്ളൂ. പിന്നെ അമ്മയ്ക്ക് ഈ സമൂഹം പറഞ്ഞ ചാർത്തിക്കൊടുത്ത കഥകളെല്ലാം കൂടി ആകുമ്പോൾ അമ്മ ആ ട്രാപ്പിൽ അങ്ങ് ഒതുങ്ങിപ്പോകും. ഞാൻ പറഞ്ഞതുകൊണ്ട്, ഞാൻ അങ്ങനെ ചെയ്തുകൊണ്ട് എന്റെ കുട്ടി അങ്ങനെ ചെയ്തു, മറിച്ച് ഞാൻ ഇന്നതാണ് ചെയ്തത്, അതിന്റെ പേരിൽ ആ കുട്ടി അങ്ങനെ ചെയ്തെങ്കിൽ പക്ഷെ ഇതൊക്കെ ഉൾക്കൊള്ളാൻ കഴിയണമെങ്കിൽ നമ്മൾ അത്തരത്തിൽ വളർന്നേ പറ്റൂ. അത്തരം ട്രാപ്പുകളിൽ പെടാതെ ഇരിക്കുക, നമ്മുടെ ഇമോഷൻസ് തിരിച്ചറിയുക, അതിനെ എക്സ്പ്രസ് ചെയ്യാൻ മറ്റുള്ളവരുടെ മുന്നിൽ കാരണം നമുക്കിത് പാടില്ല എന്ന് ചിന്തിക്കുന്നിടത്താണ് ഇത്തരം ദേഷ്യവും സങ്കടമൊക്കെ വരുന്നത്. നമ്മൾ മനുഷ്യരാണ്. പക്ഷെ തിരിച്ചറിയാൻ കഴിയുക എന്നുള്ളത്
അതുകൊണ്ട് ഞാനിത് ഒന്ന് നമ്മുടെ ഈ ഒരു ബി മാജിക്കിൽ പറയുന്നു എന്ന് മാത്രം. അത്തരം ട്രാപ്പുകളിൽ പെടാതിരിക്കുക. ഞാൻ കാരണം കൊണ്ട് ആ വ്യക്തി അല്ല, ഞാൻ കാരണം കൊണ്ട് ഞാനാണ് പ്രശ്നങ്ങളിലേക്ക് പോകുന്നത്, ആ വ്യക്തികളല്ല. ആ വ്യക്തി പോകുന്നുണ്ടെങ്കിൽ, ആ വ്യക്തി അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ, ഒരു സൂയിസൈഡ് ചെയ്യുന്നുണ്ടെങ്കിൽ എന്റെ ഒരു വാക്കുകൊണ്ടാണ് സൂയിസൈഡ്, അത് ആ വ്യക്തിയുടെ പ്രശ്നമാണ്. ഞാൻ ഉദ്ദേശിച്ചത് ഇത്ര മാത്രം എന്ന് ചിന്തിച്ചുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാനായാലും നമ്മുടെ ഓരോ കാര്യങ്ങളിലും നമുക്ക് ശ്രദ്ധ കൊടുക്കാൻ കഴിയും. നമ്മൾ ഒന്നിനും കാരണക്കാരല്ല. നമുക്ക് വേണ്ടിയിട്ട് സംഭവിക്കുന്ന മാത്രമേ കാരണക്കാരാകുന്നുള്ളൂ. അതിനെ തിരിച്ചറിയുക, അതിനെ ഹീൽ ചെയ്യുക, വീണ്ടും മുന്നോട്ട്. ആഡ്ലർ പറഞ്ഞതുപോലെ there is no connection between your past. Leave it. അത് സംഭവിച്ചു കഴിഞ്ഞു, അത് മാറ്റാൻ കഴിയില്ല. ഈ സമയം ചെയ്യാനുള്ളത് ഏറ്റവും ഭംഗിയോട് ചെയ്തു. ഓക്കെ, Thank you, ma'am. താങ്ക് യു. So much. താങ്ക് യു ഓൾ. മുസ്തഫ സാറും കൂടെ ഫീഡ്ബാക്ക് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. മുസ്തഫ സാർ. ഞാൻ സ്റ്റാർട്ടിങ് ഉണ്ടായിരുന്നില്ല, കുറച്ച് ലേറ്റ് ആയി, മൊബൈൽ കംപ്ലൈന്റ് കാരണം ക്ലാസ് ഫുള്ള് കേൾക്കാൻ പറ്റിയിരുന്നാലും ബാക്കിയുള്ള മറ്റുള്ള ആളുടെ സംസാരങ്ങളൊക്കെ കേട്ടു. നല്ല ക്ലാസ് ആയിരുന്നു. നമ്മളെ ജീവിതത്തിൽ അനുഭവിക്കേണ്ട ഒരുപാട് വിഷയങ്ങളൊക്കെയാണ് സംസാരിച്ചത്. ഓക്കെ, ഇന്ന് കുറച്ച് ലേറ്റ് ആയിട്ടുണ്ട്, കാരണം മൊബൈൽ കംപ്ലൈന്റ് കാരണം ഫുള്ള് ക്ലാസ് കേൾക്കാൻ പറ്റില്ലായിരുന്നു. ഓക്കെ, എല്ലാ ഈ മാജിക്കുള്ള എല്ലാ മെമ്പർമാർക്കും നന്ദി പറയുന്നു. ഓക്കെ. ഓക്കെ, ഇപ്പം മുസ്തഫ സാർ പറഞ്ഞൊരു കാര്യം, മൊബൈൽ കംപ്ലൈന്റ് ആയിരുന്നു, അത് നമ്മുടെ കയ്യിലെ കാര്യമില്ല, അത് നമ്മുടെ കൺട്രോളുള്ള കാര്യമല്ല. പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പോൾ അത് ശരി. പക്ഷെ മുസ്തഫ സാർ അവിടെ ആഗ്രഹിച്ചത് കൊണ്ടാണ് കുറച്ച് കഴിഞ്ഞപ്പോൾ ജോയിൻ ചെയ്യാൻ പറ്റിയത് പോലും. സോ ബി താങ്ക്ഫുൾ ഫോർ ദാറ്റ്. അത് സംഭവിച്ചു, അത് പോട്ടെ. അപ്പൊ ദിസ് ഇസ് ദ റൈറ്റ് ടൈം. എപ്പോഴും ചിലപ്പോൾ നമ്മൾ ലേറ്റ് ആകുമ്പോൾ നമ്മൾ മനസ്സിലിരുന്ന് പറഞ്ഞോണ്ടേ ഐ എം ഇൻ ദ റൈറ്റ് പ്ലേസ് അറ്റ് ദ റൈറ്റ് ടൈം ഡൂയിങ് ദ റൈറ്റ് തിങ്. എന്നിട്ട് നമ്മൾ അവിടെ എത്തിയില്ലെങ്കിൽ ഓക്കെ, ഞാൻ അവിടെ എത്തണം എന്ന് വിചാരിച്ചു, ഒരു 5 മിനിറ്റ് ലേറ്റ് ആയി, കുഴപ്പമില്ല, ഇതാണ് എന്റെ കറക്റ്റ് സമയം. കാരണം ഇങ്ങനെ ചിന്തിക്കുന്നോട്ട് നമുക്ക് നമ്മെ ഹീൽ ചെയ്യാൻ പറ്റും. ഇല്ലെങ്കിൽ എന്ത് ചെയ്യുന്നറിയും, നമ്മളെ ഇങ്ങനെ ഇപ്പോഴത്തെ മുസ്തഫ സാറ് പറഞ്ഞത് മൊബൈൽ കംപ്ലൈന്റ് ആയിരുന്നു, അപ്പൊ നമ്മളോട് തന്നെയാണ് ഈ കംപ്ലൈന്റ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതിന് പകരം ഞാൻ ഇന്ന് ഈ സമയത്തിന് ജോയിൻ ചെയ്തു, പക്ഷെ കേട്ടത് എനിക്ക് വളരെ ഉൾക്കൊള്ളാൻ പറ്റി എന്ന് കൂട്ടിച്ചേർത്തപ്പോ അത് ഓക്കെ. അപ്പൊ ആഗ്രഹിക്കുന്നുണ്ട്, ആഗ്രഹത്തിന് പിന്നാലെ മാത്രം പോകും, ബാക്കി സംഭവിക്കുന്നത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും. ഇദ്ദേഹം ഈ വ്യക്തി നേരത്തെ നൗഫൽ പറഞ്ഞ സംഭവത്തില് ഈ വിജയത്തിന് പ്രോജക്ട് ചെയ്യണം എന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ എന്തോ ഒരു പ്രശ്നം ഒഴുകി കടക്കുന്നതുകൊണ്ടാണ് ആ മൊബൈൽ പൊട്ടാനിടയാ കാരണം. അത് ആ വ്യക്തി തള്ളിയിട്ടതല്ല, അത് എന്റെ ചിന്തയാണ് തിരിച്ചറിയുന്നിടത്താണ് നമ്മൾ വിജയിക്കുന്നത്. ആ വ്യക്തി തള്ളിയിട്ടത് കൊണ്ടാണ് ഇദ്ദേഹത്തിന് ദേഷ്യം വന്നതുപോലെ. അപ്പൊ നമ്മുടെ ഉള്ളിലുള്ള ചിന്തകളാണ് ഇത്തരം കാര്യങ്ങളിലേക്ക് പോകുന്നത്. ഇന്നും പഠിച്ചുകൊണ്ടിരിക്കുന്നു, അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു ഒക്കെ ആയതുകൊണ്ട് ഇതിന്റെ പിന്നാലെ അങ്ങ് കൂടുകയാണ് ഞാൻ. കാരണം നമുക്ക് വേണ്ടത് മാത്രം ചിന്തിക്കാം. ക്ലാസ്സിൽ പങ്കെടുക്കണം, ഇനിയിപ്പോ അന്നേരം നെറ്റ് എന്തെങ്കിലും നോക്കണം, ഓക്കെ, ലെറ്റ് ഇറ്റ് ബി. ഇത് ചിലപ്പോ എനിക്കുള്ളതായിരിക്കില്ല, എനിക്കുള്ളത് എന്റെ അടുത്ത് തന്നെ വരും എന്ന് ചിന്തിച്ചോണ്ട് വന്നിട്ടോ. എങ്ങനെ താങ്ക് യു സാർ, അത് ഷെയർ ചെയ്തതിൽ ഒരുപാട് സന്തോഷം. സ്പെഷ്യലി ഒന്ന് കാണാൻ കൂടി കഴിഞ്ഞു. താങ്ക് യു. ഓക്കെ, താങ്ക് യു മുസ്തഫ സർ, താങ്ക് യു സോ മച്ച്. അപ്പൊ ഇനി നമുക്ക് വൈൻഡപ്പ് ചെയ്യാലോ അല്ലെ? എല്ലാരും റെഡി അല്ലേ? എന്താണ് വൈൻഡപ്പ് ചെയ്യണ്ടെന്ന് ആർക്കെങ്കിലും ഉണ്ടോ? ഹലോ. ചെയ്യാം, ആരും ഇല്ലെങ്കിൽ ഫീഡ്ബാക്ക് പറയാൻ ആരും ഇല്ലെങ്കിൽ അതിന്റെ ചെയ്യാം. ഓക്കെ ഓക്കെ. അപ്പം ഇന്ന് നല്ലൊരു സെഷൻ തന്നെയായിരുന്നു. ഞാൻ എടുത്തു പറയേണ്ട കാര്യമുണ്ട്, നിങ്ങൾക്കൊക്കെ അറിയാം. സോ ഇന്ന് ഈ ഒരു കുക്കീസിന്റെ സ്റ്റോറി ആയിട്ട് വന്നിട്ടുള്ള പ്രവീണ മാമിനും അതുപോലെ തന്നെ ഇതിൽ പങ്കെടുത്ത എല്ലാ ബി മാജിക് മെമ്പേഴ്സിനും once again thank you so much. Have a nice day. Bye all. താങ്ക് യു പ്രവീണ മാം. താങ്ക് യു ഓൾ. താങ്ക് യു. Thank you, Praveen.